നമസ്കാരം. സഹാർ എക്സ്പ്രസിൻ്റെ ഓൺലൈൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേരള ഹിസ്റ്ററി പഠിക്കുകയാണ്. കേരള ഹിസ്റ്ററിയിൽ നമ്മൾ നാഷണൽ മൂവ്മെൻറ്റ്സ് ആണ് പഠിക്കുന്നത്. നമ്മൾ നാഷണൽ മൂവ്മെൻറ്റ്സിൻ്റെ കുറച്ച് ക്ലാസ്സുകൾ കഴിഞ്ഞ ലെസണുകളിൽ ചെയ്തിട്ടുണ്ട്. അതൊന്ന് പരിശോധിക്കുക. അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടായിരിക്കും ഇതിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ പഠിക്കുന്നതല്ല, സമഗ്രമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് കോണ്ടൻറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആദ്യം നമ്മൾ കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങൾ കാണുകയാണ്. അതിൽ ഇതിൻ്റെ ആൻസർ നമ്മൾ പിന്നെ പറയുന്നുണ്ടാവും. നിങ്ങൾക്ക് അത് പിന്നീട് ഓരോന്നും വ്യക്തമായിട്ട് പറയും. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവിടെ കാണുന്നത്. നോക്കുക, വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെ പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെപ്പോഴും ഈ തെറ്റായത് ആണെങ്കിൽ ശരിയായത് തെറ്റായത് അത് ആദ്യം തന്നെ ഒന്ന് നോട്ട് ചെയ്തിടുക കേട്ടോ. അതിനുശേഷം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുക. കലാപം നടന്നത് 1812 കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമൻ എംപിയെയാണ് നിയോഗിച്ചത്. കലാപത്തിൻ്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഏതാണ് തെറ്റായത് എന്നുള്ളതാണ്. 1ഉം 4ഉം ആണോ, 2ഉം 3ഉം ആണോ, 2ഉം 4ഉം ആണോ, 3ഉം 4ഉം ആണോ എന്നൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്കിത് കാണുമ്പോഴേ ഓൾറെഡി നമുക്കിതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് വരാൻ പറ്റും. പിന്നെ ഓൾറെഡി ഇത് 2024 ചോദിച്ച ചോദ്യമാണ്. 185/24 ചോദിച്ച ചോദ്യമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ വരുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ എന്താണ്? കുറിച്യ റിവോൾട്ട് അത് എന്നുണ്ടായി? 1812 അപ്പോൾ നമുക്കറിയാം ഈ 1812 ഇത് SCERT വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിരിക്കുന്ന വർഷമാണ്. ഈ കുറിച്യ കലാപത്തിനെ കുറിച്ച് SCERT മാറിയ SCERT പുസ്തകത്തിലും നിലവിലെ SCERT പുസ്തകത്തിലും ഒക്കെ ഓൾറെഡി എന്തുണ്ട്? പരാമർശമുണ്ട്. അപ്പോൾ 1812 ഏതുണ്ടായത്? കുറിച്യ കലാപം ഉണ്ടായിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മെയിൻ പോയിന്റ്സിലേക്കാണ്. നോക്കുക, The Kurichya revolt of 1812 stand as a distinctive and significant resistance movement against British rule in the Malabar region, specifically within the വയനാട് ഡിസ്ട്രിക്റ്റ് എന്ന് പറയാണ്. നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞതാണ്. കുറിച്യ റിവോൾട്ട് 1812 ഉണ്ടായത് എന്നുള്ളതും ഡിസ്റ്റിങ്ക്റ്റിംഗ് ആൻഡ് സിഗ്നിഫിക്കൻ്റ് റെസിസ്റ്റൻ്റ് മൂവ്മെൻറ്റ് എന്നുള്ളത് ഇത് ഏറ്റവും ചരിത്രപരമായിട്ടുള്ളതും അതുപോലെ തന്നെ വസ്തുതാപരമായിട്ടുള്ളതും ഒരു പ്രധാനപ്പെട്ട മൂവ്മെൻ്റാണ്. അത് ബ്രിട്ടീഷ് റൂളിനെതിരെ ഒരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. അത് എവിടെയാണ്? മലബാർ റീജിയണിലാണ് എന്നുള്ളത് പറയാണ്. അത് സ്പെസിഫിക്കലി ഏതിലാണ്? വയനാട് ഡിസ്ട്രിക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ 1812 ഒരു കുറിച്യ കലാപം ഉണ്ടായത് ആർക്കെതിരെ? ബ്രിട്ടീഷുകാർക്കെതിരെയാണ്. മലബാർ റീജിയണിലാണ്. ഇന്ന് നമ്മൾ നോക്കിയാൽ അത് വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഞാൻ ഈ ഒരു SCERT പോയിന്റ് ഇവിടെ ഓർത്ത് പറയാണ്. ഇതിനകത്ത് കുറച്ച് ഗോത്ര കലാപങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. കോൾ കലാപം, സാന്താൾ കലാപം, ഇങ്ങനെയൊക്കെയുള്ള കുറേ ഉണ്ടായിരുന്നു. അതിനകത്ത് കുറിച്യ കലാപം ഉണ്ടായിരുന്നു. കുറിച്യ കലാപം കൊടുത്തിരുന്നത് ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും ലെഫ്റ്റ് സൈഡിൽ മുഴുവൻ കലാപങ്ങളും റൈറ്റ് സൈഡിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഏതൊക്കെ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അവിടെ വയനാടെന്നല്ല അന്ന് കൊടുത്തിരുന്നത് മലബാർ എന്നാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന മലബാറാണ് കറക്റ്റായിട്ടുള്ളത്. ഈ മലബാർ എന്ന് പറയുമ്പോൾ കണ്ണൂരും അതുപോലെ കാസർഗോഡും ഇന്ന് കാണുന്ന കോഴിക്കോടും മലപ്പുറം ഒക്കെ ചേർന്നുകൊണ്ടൊരു ഭാഗമാണ്. അപ്പോൾ ഇതാണ് മലബാർ. ആ മലബാറിലാണ് ഇത് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ വയനാട് ജില്ലയായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അടുത്തത്, ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ദ ഓൺലി ട്രൈബൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗിരിവർഗ റിവോൾട്ട് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഇൻ സൗത്ത് ഇന്ത്യ ആൻഡ് മേജർ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് ഇൻ കേരള എന്നിവിടെ കൊടുക്കുന്നതാണ്. അതായത് ഇവിടെ പറയാണ് ഇതിനെ നമ്മൾ കണക്കാക്കുന്നത് ഓൺലി ദ ട്രൈബൽ റിവോൾട്ട് ഓഫ് ദിസ് കൈൻഡ് ഓഫ് സൗത്ത് ഇന്ത്യ. അതായത് ഇങ്ങനെ ഒരു ഗോത്ര കലാപം ഇത് സൗത്ത് ഇന്ത്യയിൽ ഒരേ ഒരെണ്ണേ ഉള്ളൂ. ദക്ഷിണ ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഗോത്ര കലാപം ഏതെന്ന് ചോദിച്ചാലോ ഒരേ ഒരു ഗോത്ര കലാപം ഏതെന്ന് ചോദിച്ചാലോ ആൻസർ ഏത് തന്നെയാണ്? അത് കുറിച്യ കലാപം തന്നെയാണ്. കേരളത്തിലും അപ്പോൾ ഏത് തന്നെയായിരിക്കും? കുറിച്യ കലാപം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 2 പോയിന്റുകൾ പഠിക്കുക. അപ്പോൾ നോക്കുക, എന്ന് നടന്നു? 1812. ആർക്കെതിരെ നടന്നു? ബ്രിട്ടീഷുകാർക്കെതിരെ. ഏത് റീജിയനിൽ നടന്നു? മലബാർ റീജിയനിൽ. നിലവിൽ ഏത് ജില്ലയാണ്? വയനാട് ജില്ലയാണ്.
ആണ്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് ഗിരിവർഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈബലിനെയാണ് ഗിരിവർഗ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെയും പറയാൻ പറ്റണം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഗോത്രകലാപം, കേരളത്തിലെ ഏറ്റവും വലിയ ഗോത്രകലാപം ഗോത്രമാണ്. അതിനെയാണ് നമ്മൾ ഗിരിവർഗം എന്ന് എന്ത് ചെയ്യുന്നത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കുക, ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ കുറിച്യ ട്രൈബ്സ് എന്നാണ്. ബാക്ക്ഗ്രൗണ്ട് ഓഫ് കുറിച്യ ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ കലാപത്തിനെ കുറിച്ചല്ല, ഈ കുറിച്യ ട്രൈബ്സ് എന്താണ് എന്ന് പല പുസ്തകങ്ങളിലും പറയുന്നുണ്ട്. ആ പല പുസ്തകങ്ങളിലും കുറിച്യർ ആരാണെന്നുള്ളത് വ്യക്തമായിട്ട് പറയുകയാണ്. നമ്മൾ അവരെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ പോവാണ്. അപ്പോൾ അന്വേഷിച്ച കാര്യങ്ങളാണ് ഇതാ ഇവിടെ കേൾക്കുന്നത്. The term Kurichar was originally given by Keralavarma Padasiraja to a group of people who accompanied him into Wayanad forest during his conflict with the English എന്ന് കൊടുത്തിരിക്കുകയാണ്. അതായത് ഇവിടെ പറയുന്ന ഈ കുറിച്യർ ആരാണ് കുറിച്യർ എന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ആ കുറിച്യർക്ക് ഈ പറയുന്ന അനുസരിച്ച് ഈ പറയുന്ന ഈ പറയുന്ന പേര് നൽകിയിട്ടുള്ളത് കേരളവർമ്മ പഴശ്ശിരാജയാണ്. അത് അദ്ദേഹത്തിന്റെ കൂടെ, അതായത് ഇദ്ദേഹത്തിന്റെ കൂടെ എന്ന് പറഞ്ഞ പഴശ്ശിരാജയുടെ കൂടെ വയനാട്ടിൽ എന്ത് ചെയ്തു, ഇവര് കലാപത്തിൽ പങ്കെടുത്തു. ഒന്നാം പഴശ്ശി കലാപവും രണ്ടാം പഴശ്ശി കലാപവും സമഗ്രമായിട്ട് പഠിച്ചവരാണ് നിങ്ങൾ. അതനുസരിച്ച് നിങ്ങൾക്കറിയാം കുറിച്യരും കുറുമ്പരും ആരെ അക്കമ്പനി ചെയ്തിരുന്നു, പഴശ്ശിരാജയോടൊപ്പം ഉണ്ടായിരുന്നു. ആ കുറിച്യരെയും കുറുമ്പരിലും അതിൽ കുറിച്യരെന്ന് ശരിക്കും ഇവരെ വിളിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ പഴശ്ശിരാജയാണ്. അത് ഈ പറയുന്ന അനുസരിച്ച് ഇവർ ഒരുമിച്ച് പോരാടിയിട്ടുണ്ട്. പഴശ്ശിരാജയുടെ ബാക്ക് ബോണായി നിന്ന് പോരാടിയിട്ടുള്ള ഗോത്രവർഗമാണ്, ഗിരിവർഗമാണ് നമ്മൾ പറയുന്ന ഏത് കുറിച്യർ. അപ്പോൾ ഈ പേര് വിശേഷിപ്പിച്ച ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, കേരളവർമ്മ പഴശ്ശിരാജയാണെന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് പോയിന്റിലേക്ക്, popular tradition suggests they were originally Nayars of Tekkekari Nayar lineage and like Nayars. They followed the matrilineal ഇൻഹെറിറ്റൻസ് സിസ്റ്റം നോൺ ആസ് മരുമക്കത്തായം എന്ന് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. മരുമക്കത്തായം ഓക്കെ ആണല്ലോ. അതായത് നമ്മൾ ഈ കുറിച്യർമാർക്ക് പേര് കൊടുത്തത് പഴശ്ശിയാണെന്ന് പറഞ്ഞു. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചു നോക്കിയേ, ഇവിടെ പറയുന്ന അനുസരിച്ച് ഇതും ഈ പറയുന്ന, അതായത് ഈ കുറിച്യർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോപ്പുലർ ട്രഡിഷൻ സജസ്റ്റ് ദേ വെയർ ഒറിജിനലി നായേഴ്സ് ഓഫ് ദ തെക്കേക്കരി നായർ. അതായത് ഇവിടെ പറയുന്ന അനുസരിച്ച് ഇവരും ഈ കുറിച്യന്മാരും എന്താണ് നായർ വിഭാഗത്തിൽ പെടുന്നത് തന്നെയാണെന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് ആ നായർ വിഭാഗത്തിനെ നമ്മൾ കണക്കാക്കുന്നത് തെക്കേക്കരി നായർ എന്നാണ്. തെക്കേക്കരി നായർ എന്നല്ല, തെക്കേക്കരി നായർ ലീനേജിൽ പെടുന്ന വംശത്തിൽ പെടുന്ന ആര് തന്നെയാണ്, ഒരു വിഭാഗമാണ് കുറിച്യർ എന്നാണ് എന്ത് ചെയ്യുന്നത് പറയപ്പെടുന്നത്. അത് മാത്രമല്ല ലൈക്ക് നായേഴ്സ്, അവർ നായർ വിഭാഗത്തിനെ പോലെ അവർ ഫോളോ ചെയ്യുന്നത് മാട്രിലീനിയൽ ഇൻഹെറിറ്റൻസ് സിസ്റ്റമാണ്. മാട്രിലീനിയൽ ഇൻഹെറിറ്റൻസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതായത് മാതൃവംശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരമ്പരയെ എന്ത് ചെയ്യുക, സംരക്ഷിക്കുക. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മരുമക്കത്തായം. എന്ത് വിളിക്കും? മരുമക്കത്തായം എന്ന് വിളിക്കും. മരുമക്കത്തായം. മക്കളെ, മരുമക്കത്തായം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഇതല്ല നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നതെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. അതായത് ഒരാൾ രാജാവാകുന്നു, അല്ലെങ്കിൽ ആ ഒരാൾ ആ വീട്ടിലെ ഉടമസ്ഥനാകുന്നു, ആ അധികാരിയാകുന്നു. അധികാരിക്ക് അതിനകത്ത് എന്താണ്, വീട്ടിലെ സ്വത്ത് വകകൾ ഉണ്ടാവും ആണല്ലോ. സ്വത്തുവകകളില്ലാത്ത ആൾക്കാർ മരുമക്കത്തായം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേൾക്കുക, ആ ആള് അടുത്ത അനന്തരാവകാശിയായി വാഴിക്കേണ്ടത് ആ വ്യക്തിയുടെ സഹോദരിയുടെ എന്തായിരിക്കും, മകനെ ആയിരിക്കും. ഇതാണ് മരുമക്കത്തായം. മനസ്സിലായല്ലോ? ഞാൻ വീണ്ടും പറയാണ്, ഈ മരുമകൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആദ്യകാലത്ത് ഹിന്ദു മതത്തിനകത്തുള്ള ഈ പറയുന്ന അനുസരിച്ച് ഒരു സഹോദരൻ്റെ, അതായത് ഇപ്പോൾ ഞാനാണ് രാജാവെങ്കിൽ എൻ്റെ മകളെ കല്യാണം കഴിക്കേണ്ടത് എൻ്റെ സഹോദരിയുടെ മകനായിരിക്കും. മനസ്സിലാവുമല്ലോ? ഇനി അടുത്തത് എൻ്റെ മകനാണെങ്കിൽ എനിക്ക് മകനാണല്ലെങ്കിൽ മകൻ സഹോദരിയുടെ മകളെ കല്യാണം കഴിക്കും. ഇതിനെയാണ് നമ്മൾ മരുമക്കത്തായം എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ഇപ്പോൾ ഏതെങ്കിലും വേറൊരു കുടുംബത്തിൽ നിന്ന് വന്ന് എന്ത് ചെയ്യുന്നു, ഫോളോ ചെയ്ത് ഇവിടെ ഒരു മരുമകനായിട്ടോ മരുമകളായിട്ടോ വരികയാണെങ്കിൽ അവർക്ക് അധികാരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് മാതൃഭാഗത്തൂടെ എന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. ഇതാണ് ഏത്, മരുമക്കത്തായം. മക്കളെ, ഒരു PSC ചോദ്യം കൂടെ പറയാണ്. മരുമക്കത്തായ സമ്പ്രദായം തിരുവിതാംകൂറിൽ അവസാനിപ്പിച്ച ഭരണാധികാരി ആര്? തിരുവിതാംകൂറിലാണ്, ഇത് മലബാറിലെ കഥയാണ്. ഒരു മാർക്കിനെ ചോദ്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അവസാനിപ്പിച്ചത് സേതു ലക്ഷ്മിഭായി ആണ്.
അതായത് തിരുവിതാംകൂറിലെ 11ാമത്തെ ഭരണാധികാരിയാണ് ആര്? സേതുലക്ഷ്മി ഭായ്. തിരുവിതാംകൂറിൽ മരുമക്കത്തായം വേണ്ട, ഇനി മുതൽ ഏത് മതി? മക്കത്തായ സമ്പ്രദായം മതി എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ ഈ കുറിച്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണ്? മരുമക്കത്തായം നായർ വിഭാഗത്തിന് പോലെ ഫോളോ ചെയ്യുന്നത് കൊണ്ടും തെക്കേക്കരി നായർ വിഭാഗത്തിലുള്ള ലീനേജ് അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടും നമുക്ക് പറയാം ബാക്ക്ഗ്രൗണ്ട് കടന്നു വരുമ്പോൾ ഒരു നായർ പശ്ചാത്തലം ഇതിനെന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. അടുത്തത് ദ കുറിച്യ സെർവിഡാസ് പഴശ്ശിരാജാസ് ലോയൽ പേഴ്സണൽ ആർമി ആൻഡ് വെയർ റിനോവ്ഡ് ആർച്ചറി എക്സ്പേർട്സ് ഹു കോസ്ഡ് സിഗ്നിഫിക്കൻറ്റ് ലോസസ് ടു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ പറയുന്ന കുറിച്യർ, നമ്മളിപ്പോൾ പറഞ്ഞ കുറിച്യർ, ആ കുറിച്യർ എങ്ങനെ സേവനം അനുഷ്ഠിച്ചിരുന്നു എന്ന് പറയുന്നത് ഇതാ നോക്ക്. ലോയൽ പേഴ്സണൽ ആർമി എന്ന് ഇവിടെ കൊടുത്തില്ല. ലോയൽ പേഴ്സണൽ ആർമി എന്ന് പറഞ്ഞാൽ വളരെ നീതിയുക്തമായ രീതിയിൽ, അതായത് പഴശ്ശിയോട് വളരെ കൂറുണ്ടായിരുന്ന ഒരു പട്ടാളമായിട്ട് ഇവരെന്ത് ചെയ്തിരുന്നു? ജോലി ചെയ്തിരുന്നു. അത് മാത്രമല്ല ഇവർ റിനോവ്ഡ് ആർച്ചറി എക്സ്പേർട്സ് ആയിരുന്നു എന്നുള്ളത്. വളരെ അറിയപ്പെടുന്ന, വളരെ എക്സ്പേർട്ടായിട്ടുള്ള, വളരെ പ്രധാനമായിട്ടും ഇവർ ഉപയോഗിച്ചിരുന്ന ആയുധം ആർച്ചറിയാണ്. ആർച്ചറി എന്ന് പറഞ്ഞാൽ അമ്പെയ്ത്താണ്. അമ്പും വില്ലുമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആയുധം എന്നുകൂടെ മനസ്സിലാക്കുക. അത് മാത്രമല്ല അവർ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ആർക്കുണ്ടാക്കിയിട്ടുണ്ട്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പല പുസ്തകങ്ങൾ വായിക്കുമ്പോഴും നമ്മൾ ഈ മുള കൊണ്ട് നിർമ്മിക്കുന്ന അമ്പുകളിൽ ഇവർ ഉഗ്രവിഷം എന്ന് പറഞ്ഞാൽ പാമ്പിനെയും മറ്റുമൊക്കെ ഇവർ എന്ത് ചെയ്യും? ഇവർ പിടിച്ചതിന് ശേഷം ആ പാമ്പിൽ നിന്ന് ആ വിഷം കളക്ട് ചെയ്തിട്ട് അതിനകത്ത് തന്നെ ധാരാളമായിട്ടുള്ള പച്ച വിഷം മരുന്നുകൾ എന്ത് ചെയ്യും? അരച്ച് ചേർത്തിട്ട് അതിനെയാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഈ അമ്പുകളിൽ എന്ത് ചെയ്യുന്നത്? പുരട്ടുന്നത്. എന്നിട്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഉപദ്രവം വളരെ വലുതായിരിക്കും. നിങ്ങൾ ആലോചിച്ചു, ആളിനെ മരണത്തിലേക്ക് തള്ളിവിടും. ഇതാണ് നമ്മൾ കേൾക്കുന്ന ഈ പറയുന്ന കുറിച്യരുടെ പ്രധാനമായിട്ട്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കൊക്കെ ഏത് റേഞ്ചിലായിരിക്കും ഇവർ അടി ഉണ്ടാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ആ കൊടുത്ത അടി അവർക്ക് ഏത് ലെവലിൽ ഏറ്റിട്ടുണ്ടാവും? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. കുറിച്യർ എന്ന് വിളിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് പഴശ്ശിരാജയാണ്. ഈ പഴശ്ശിരാജ വിളിക്കുന്ന ഈ കുറിച്യർക്ക് അവർക്കൊരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ അവർ ഫോളോ ചെയ്യുന്ന മരുമക്കത്തായാണ്, തെക്കേക്കരി നായർ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. അതിൻ്റെ ലീനേജ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല കുറിച്യർ ഈ പറയുന്നതനുസരിച്ച് ഒരു നീതിയുക്തമായ രീതിയിൽ ഒരു പട്ടാളത്തിൻ്റെ ഭാഗമായിട്ട്, ഒരു പട്ടാളമായിട്ട് പഴശ്ശിരാജയോടൊപ്പം നിലകൊണ്ട ആളുകളാണ്. ഇവർ വളരെ പ്രഗത്ഭരായിട്ടുള്ള, വളരെ റിനോവ്ഡ് ആയിട്ടുള്ള ആർച്ചറി എക്സ്പേർട്സ് ആയിരുന്നു. അമ്പെയ്ത്താണ് ഇവർ പ്രധാനമായിട്ടും ഒരു എക്സ്പേർട്ട് ആയിരുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇവർക്ക് ഈ പറയുന്ന അനുസരിച്ച് കുറിച്യർക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ നിന്ന് മനസ്സിലാകുന്നത്. ഇനി അടുത്ത് നോക്കുക. ഡ്യൂറിങ് ദ ഏർലിയർ പഴശ്ശി റിവോൾട്ട് ദേ വെയർ ലെഡ് ബൈ തലക്കൽ ചന്തു എന്ന് പറയുന്നുണ്ട്. ഇത് ഒരു നല്ല ചോദ്യം കൂടിയാണ്. ചോദ്യം ഞാൻ ഇവിടെ ഈ ലാസ്റ്റിലേക്ക് മാറ്റി നിർത്തിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കേൾക്കുക. ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു, തലക്കൽ ചന്തുവിനെ ഇവരെന്ത് ചെയ്യും? തല വെട്ടി കൊലപ്പെടുത്തുകയാണ്. ഞാൻ നിങ്ങളോട് വീണ്ടും പറയാണ്, ബ്രിട്ടീഷുകാർക്കറിയാം കൂടെയുള്ള കുറിച്യർമാർ അല്ലെങ്കിൽ ഗോത്ര വിഭാഗത്തിനെ ഭീതിയിലാഴ്ത്തണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? ഭീതി ഉണ്ടാക്കണം. അപ്പോൾ കെട്ടിത്തൂക്കുക അല്ല അവർ ചെയ്യുന്നത്, ചോര എന്ത് ചെയ്യുക? തെറിക്കുക. അത് മാത്രമല്ല തലവെട്ടി കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഭീതി ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഒരു കേളിമര ചുവട്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന തലക്കൽ ചന്തുവിനെ കൊന്നുകളാണ്. അപ്പോൾ ഓൾറെഡി പുള്ളി എന്ത് ചെയ്തു? മരണപ്പെട്ട് കഴിഞ്ഞു. ചന്തു കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലാകും പഴശ്ശി റിവോൾട്ടിലാണ് ഈ തലക്കൽ ചന്തു കുറിച്യരുടെ നേതാവായിരുന്നത്. ഇനി ഈ പറഞ്ഞ 1812 നടക്കുന്ന കുറിച്യ കലാപത്തിൽ തലക്കൽ ചന്തു എന്നൊരു പേര് വരുമോ? ഇല്ല. അപ്പോൾ അവിടെ വേറെ ആളുകൾ വരും. ഓക്കെ, അത് ആരൊക്കെയാണെന്നൊക്കെ നമ്മളിതിപ്പോൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഒരു കാര്യം വരണം. തലക്കൽ ചന്തു കുറിച്യ കലാപത്തിൻ്റെ സമയത്തുണ്ടോ ജീവനോടെ? ഇല്ല. പിന്നെ അപ്പോൾ കുറിച്യ കലാപത്തിൻ്റെ നേതാവാരാണെന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻ എ തലക്കൽ ചന്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ തെറ്റല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ നമ്മൾ ഈ പോയിന്റ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് കോസസ് ഓഫ് ദ റിവോൾട്ട് എന്നാണ്. അതായത് കോസസ് ഓഫ് റിവോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ പറയുന്നത് എന്താണ് റിവോൾട്ടിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളതെന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. കേൾക്കുക. ദ പ്രൈമറി ട്രിഗേഴ്സ് ഫോർ ദ 1812 uprising were rooted in the ഒപ്രസീവ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എക്കണോമിക് പോളിസീസ് ഓഫ് ദ ബ്രിട്ടീഷ് എന്ന് കൊടുത്തിരിക്കുകയാണ്. അതായത് എന്താണ് റിവോൾട്ടിൻ്റെ കാരണങ്ങൾ പരിശോധിക്കുകയാണ്. കാരണങ്ങൾ പരിശോധിച്ചാൽ ഇവിടെ നോക്കുക,
പ്രധാനമായിട്ടും ഇതിനുള്ള ഒരു ശ്രമങ്ങൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് ട്രിഗർ ചെയ്യുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് അതിങ്ങനെയാണ്: റൂട്ടഡ് ഇൻ ദ ഒപ്രസീവ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എക്കണോമിക് പോളിസീസ് ഓഫ് ദ ബ്രിട്ടീഷ്. അതായത് അടിച്ചമർത്തുന്ന രീതിയിലുള്ള ഭരണവും അതുപോലെ തന്നെ സാമ്പത്തിക നയങ്ങളുമാണ് ബ്രിട്ടീഷുകാർ ഈ പറയുന്ന കലാപത്തിലേക്ക് ആരെ നയിക്കുന്നത്? കുറിച്യരെ നയിക്കുന്നത്. അത് ഞാൻ എടുത്തു പറയുന്നത്, ഞാൻ ഈ പോയിന്റ് പറയുന്നതിന് മുമ്പ് തന്നെ കേൾക്കുകയാണ് മക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. ഈ കുറിച്യരും കുറുമ്പരുമാണല്ലോ പഴശ്ശി കലാപത്തിൽ ആരെ സഹായിച്ചത്? പഴശ്ശിയെ സഹായിച്ചത്. ഈ പഴശ്ശി കലാപത്തിൻ്റെ പ്രത്യേകത, പഴശ്ശി കലാപം വിജയമായിരുന്നു? അല്ല. കാരണം പഴശ്ശി എന്ന രാജാവ് എന്തിനാണ് ശ്രമിച്ചത്? തൻ്റെ രാജ്യത്തിലുള്ള ഈ ജനങ്ങളെ സംരക്ഷിക്കുക, തൻ്റെ രാജ്യം തിരിച്ചു പിടിച്ചിട്ട് അവിടെ അദ്ദേഹത്തിന് ഭരണം നടത്തി ജനങ്ങളെ എന്ത് ചെയ്യുക? സേവിക്കുക. ഇതായിരുന്നല്ലോ അദ്ദേഹത്തിന് വേണ്ടത്. അദ്ദേഹത്തിന് അത് സാധിച്ചോ? ഇല്ല. അപ്പോൾ അദ്ദേഹം ധീരമായി പോരാടി രക്തസാക്ഷിത്വം വഹിച്ച ആളാണ് പഴശ്ശി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിക്കുക, ഈ പഴശ്ശിയുടെ കൂടെ നിന്ന കുറിച്യരെയും കുറുമ്പരെയും ബ്രിട്ടീഷുകാരെ പെട്ടെന്നങ്ങ് മറക്കൂ? ഇല്ല, മറക്കില്ല. എന്ന് മാത്രമല്ല, അവരെ എങ്ങനെയൊക്കെ ടൈറ്റൺ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റും, എങ്ങനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ക്ലിയർ ആയിട്ട് അവർ ചിന്തിക്കും. ആ ചിന്തയാണ് ഈ പറയുന്ന കുറിച്യ കലാപത്തിലേക്ക് പ്രധാനമായിട്ട് മാറുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത് ഒപ്രസീവ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എക്കണോമിക് പോളിസീസ് ഓഫ് ദ ബ്രിട്ടീഷ് എന്ന് നമ്മൾ ഈ കോസസ് ഓഫ് റിവോൾട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. ഓക്കെയാണ്. നെക്സ്റ്റ് വിൻഡിക്റ്റീവ് ബ്രിട്ടീഷ് പോളിസി എന്നാണ്. വിൻഡിക്റ്റീവ് ബ്രിട്ടീഷ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള ബ്രിട്ടീഷുകാരുടെ ഒരു നയം എന്നുള്ളതാണ്. പ്രതികാര ബുദ്ധി എന്താണെന്ന് ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെ പോയിന്റായിട്ട് പരിശോധിക്കാൻ പോവാണ്. ഫോളോയിങ് ദ ഡെത്ത് ഓഫ് പഴശ്ശിരാജ ദ കമ്പനി ബിക്കം വെങ്ഫുൾ ടുവേർഡ്സ് ട്രൈബൽസ് with militias often intruding into settlements and destroying farms. ഇവിടെ പറയുന്നത് ബ്രിട്ടീഷുകാർ പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് ആരോട് സമീപിക്കുന്നത്? ഈ പറയുന്ന ട്രൈബൽസിനോട്, ഞാൻ നേരത്തെ പറഞ്ഞ കുറിച്യരോടും കുറുമ്പരോടും എന്ത് ചെയ്യുന്നത്? സമീപിക്കുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഴശ്ശി രാജയോടൊപ്പം നിന്ന ആളുകളാണ് ആര്? ഈ പറയുന്ന ഗിരിവർഗം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കുറിച്യരും കുറുമ്പരും. അത് മാത്രമല്ല, ഈ പറയുന്ന പഴശ്ശിയോടൊപ്പം നിൽക്കുന്ന സമയത്ത് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വരുന്ന പട്ടാളക്കാരെ കൊല്ലാൻ, ബ്രിട്ടീഷ് കമ്പനി പട്ടാളക്കാരെ കൊല്ലാൻ കൂട്ടുനിന്ന ആളുകളാണ് ഈ പറയുന്ന കുറിച്യരും കുറുമ്പരും. ഉറപ്പായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് മാത്രമല്ല, ഈ പറയുന്ന ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ പറയുന്ന അനുസരിച്ച് ഈ പറയുന്ന കുറിച്യർമാരുടെയും കുറുമ്പന്മാരുടെയും ആ സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇവർ വരാൻ തുടങ്ങി. അപ്പോൾ സെറ്റിൽമെൻറ്റിലേക്ക് ഇവർ താമസിച്ച സ്ഥലങ്ങളിലേക്ക് വരാൻ തുടങ്ങി. അതുമാത്രമല്ല, ഇവർക്ക് ഉണ്ടായിരുന്ന ഫാമുകൾ, കൃഷിയിടങ്ങൾ നശിപ്പിക്കാനും തുടങ്ങി. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കോസായി മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്ന അനുസരിച്ച് ഇവിടെ ഓൾറെഡി ഒപ്രസീവ് അഡ്മിനിസ്ട്രേറ്റീവ് പോളിസിയും അതുപോലെ തന്നെ എക്കണോമിക് പോളിസിയും കാരണം ഓൾറെഡി എന്ത് ചെയ്തു? കലാപത്തിലേക്ക് വരികയാണ്. ഈ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുന്നത് ഒരു വെൻഡിക്റ്റീവ് ബ്രിട്ടീഷ്, ഒരു പ്രതികാര ബുദ്ധിയോട് കൂടിയാണ്. പഴശ്ശിരാജയുടെ കൂടെ നിന്നതുകൊണ്ട് തന്നെ ഇവരെ കംപ്ലീറ്റ് കമ്പനി ട്രീറ്റ് ചെയ്ത് വളരെ മോശമായിട്ടാണ്. ഇവരുടെ ഫാമുകൾ നശിപ്പിക്കുകയും കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും ഇവരുടെ സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്തു? അവർ കടന്നാക്രമിക്കുകയും കടന്നു കയറുകയൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. അടുത്ത റവന്യൂ ഇൻ ക്യാഷ് എന്നാണ്. റവന്യൂ ഇൻ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, നികുതി പണമായി തന്നെ വേണം എന്നാണ് ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്? പറയുന്നത് റവന്യൂ ഇൻ ക്യാഷ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, റവന്യൂ ഇൻ ക്യാഷ് ആണെങ്കിൽ അവർ ഇതിനു മുമ്പ് എന്ത് കൊടുത്തിരുന്നു? ഇത് അവിടെ നോക്കാം. എ മേജർ കോസ് വാസ് ദ ഷിഫ്റ്റ് ഇൻ റവന്യൂ പോളിസി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ തോമസ് വാർഡൻ, ദ കളക്ടർ ഓഫ് മലബാർ. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? ഇവിടെ പറയാണ്, എ മേജർ കോസ് വാസ് ദ ഷിഫ്റ്റ് ഇൻ റവന്യൂ പോളിസി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ തോമസ് വാർഡൻ, ദ കളക്ടർ ഓഫ് മലബാർ. തോമസ് വാർഡൻ ആണ് ഇവിടെ ഒരു പുതിയ നികുതി സംവിധാനം എന്ത് ചെയ്യുന്നത്? ഇവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ തോമസ് വാർഡൻ ആരാണെന്ന് ചോദിച്ചാൽ മലബാറിലെ കളക്ടറാണ്. അപ്പം മറന്നുകൊണ്ട, ഇദ്ദേഹം ആരാണ്? കളക്ടറാണ്. മലബാറിലെ എന്താണ്? കളക്ടറാണ്. അപ്പം മലബാറിലെ കളക്ടറാണ് ആര്? നമ്മൾ ഈ പറയുന്ന തോമസ് വാർഡൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇനി ഇതുവരെയും നിങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് എന്താണ്? കാർഷിക ഉൽപ്പന്നങ്ങളാണ്. ഇനി കാർഷിക ഉൽപ്പന്നം വേണ്ട. ഇനി നികുതിയായി തന്നെ എന്ത് ചെയ്യും? നികുതി നിങ്ങൾക്ക് എന്തായിട്ട് വേണം? പണമായിട്ട് തന്നെ വേണം. അപ്പം നമ്മൾ ഓൾറെഡി ഉൽപ്പാദിപ്പിക്കുന്നത്, ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, 10 ചാക്ക് നെല്ലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആ ഉൽപ്പാദിപ്പിക്കുന്ന 2 ചാക്ക് ആർക്ക് കൊടുക്കണം?
ബ്രിട്ടീഷുകാർക്ക്. ഇത്രയും നാൾ അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ ഇനിയിപ്പോൾ എന്താണ് വേണ്ടത്? അങ്ങനെ വേണ്ട, ഇത് പണമായി തന്നെ വേണം. അപ്പോൾ ഒരു നിശ്ചിത തുക എന്ത് ചെയ്യും പറയും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വില നിശ്ചയിക്കുന്നത് മലബാറിലെ ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ഇത് വാങ്ങുന്ന പ്രധാനപ്പെട്ട ഒരു വാങ്ങുന്ന ഒരു കസ്റ്റമർ ആര് തന്നെയാണ്? ബ്രിട്ടീഷുകാർ തന്നെയാണ്. അപ്പോൾ അവർ വളരെ റേറ്റ് കുറച്ചായിരിക്കും ഇതിൽ പറയുന്നത്. ആ റേറ്റ് കുറച്ച് കിട്ടുന്ന ആ കാശ് ശരിക്കും പറഞ്ഞാൽ എന്തിന് കൊടുക്കാൻ പോലും ഇല്ല, നികുതി കൊടുക്കാൻ പോലും ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവർ ഏതെല്ലാം രീതിയിലാണ് ഈ കുറിച്യരെയും കുറുമ്പരെയും കൺട്രോൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ ആദ്യം ആലോചിച്ച് നോക്കുക. വിൻഡിക്റ്റീവ് ബ്രിട്ടീഷ് പോളിസി, ഒന്ന് പ്രതികാരത്തോടു കൂടിയുള്ള ബ്രിട്ടീഷുകാരുടെ നയം. അത് കഴിഞ്ഞ് നോക്കുക റവന്യൂ ഇൻ ക്യാഷ്. റവന്യൂ ഇൻ ക്യാഷ് എന്ന് പറഞ്ഞാൽ ഇനി കാർഷിക ഉൽപ്പന്നം വേണ്ട, ഇനി എന്ത് മതി, ഇനി നികുതിയായിട്ട് ഇനി പണം നേരിട്ട് മതി എന്നുള്ള ഒരു നീക്കം കൂടി ഇതിനകത്ത് നിന്ന് ഉണ്ടാവുകയാണ്. അടുത്ത് നോക്കുക, ദ ബ്രിട്ടീഷ് ഡിമാൻഡഡ് ടാക്സസ് ബി പെയ്ഡ് ഇൻ ക്യാഷ് റാദർ ദാൻ ദ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് പേയ്മെൻറ്റ് കൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് എന്നും പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ പോയിന്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ഇനി വേണ്ട, പകരം എന്ത് കൊടുക്കുക? ഇനി കാശ് കൊടുക്കുക, കാശ് പണമായി തന്നെ നികുതി കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതാണ് ക്രൂവൽ ടാക്സ് കളക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ക്രൂവൽ ടാക്സ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നികുതി പിരിച്ചെടുക്കുന്നതിന് നികുതിയായിട്ട് ബന്ധപ്പെടുന്നതാണ്. അപ്പോൾ ക്രൂവൽ ടാക്സ് കളക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ ഇത് ക്രൂവൽ ടാക്സ് കളക്ഷനാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇനി അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് വേണ്ട, പണമായിട്ട് തന്നെ വേണം. ഈ പണത്തിന് ഇവരോടെ പോവും. കാരണം ഇത് ഏത് വിലയ്ക്ക് വിൽക്കണമെന്നുള്ളത് തീരുമാനിക്കേണ്ട ബ്രിട്ടീഷുകാരാണല്ലോ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ പറയുന്നുണ്ട് ഡിഫാൾട്ടേഴ്സ് ഫേസ്ഡ് എക്സ്ട്രീം ക്രൂവൽറ്റി ഇൻക്ലൂഡിംഗ് ദ സീസർ ഓഫ് പ്രോപ്പർട്ടി ആൻഡ് എൻവിക്ഷൻ ഫ്രം ദെയർ ലാൻഡ് എന്നതാ ഇവിടെ പറയുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ പറഞ്ഞ അനുസരിച്ച് ഇത് ഈ ടാക്സ് കൊടുക്കേണ്ട കർഷകർ, ആ ടാക്സ് കൊടുക്കേണ്ട ആ കർഷകർ എന്താണ് ഇവിടെ എന്ത് ചെയ്തത്? പ്രധാനമായിട്ടും കണ്ടത് അവരുടെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അവർ ജീവിച്ചിരുന്ന അവരുടെ പ്രോപ്പർട്ടി സീസ് ചെയ്യുന്നു, അത് കണ്ടുകെട്ടുന്നു. കാരണം ടാക്സ് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത് ഭൂമി പിടിച്ചെടുക്കും. ഭൂമി പിടിച്ചെടുക്കണമെന്ന് മാത്രമല്ല, അവരവിടെ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം കൂടി എന്ത് ചെയ്തു ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാണ്, ഈ പുസ്തകങ്ങളിൽ പറയുന്നില്ലെങ്കിൽ പോലും അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: നികുതി കൊടുക്കാത്തവരെ എന്ത് ചെയ്യും? പുറത്താക്കുന്ന മാത്രമല്ല, ആ ഭൂമി പിടിച്ചെടുക്കുകയും ചെയ്യും. ഈ പുറത്താക്കുന്ന ആളുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നികുതി നൽകിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ലാൻഡ് തന്നെ നഷ്ടമായി. അവിടെ നിന്ന് അവരെ ഇറക്കി വിടുന്നവരെ വെറുതെ വിടൂല. അവർ കൊടുക്കേണ്ട കാശ് കൊടുക്കണ്ടേ? ഈ സ്ഥലം ഇവരുടെ കയ്യിൽ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. ആ കാശ് കൊടുക്കാത്തതിൻ്റെ പേരിൽ അവരെ എന്ത് ചെയ്യും? അറസ്റ്റ് ചെയ്ത് എവിടെ കൊണ്ടുവിടും? ജയിലിനകത്തിട്ടിട്ട് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഇന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട എല്ലാ റോഡുകളെടുത്താലും ആ റോഡുകളിലെല്ലാം അടിമകളാക്കപ്പെട്ട കുറിച്യന്മാരുടെയും കുറുമ്പന്മാരുടെയും മറ്റ് ആൾക്കാരുടെയും എന്ത് കാണാം? ചോര കാണാൻ പറ്റും. കാരണം അവരെ കൊണ്ടാണ് ഈ റോഡുകൾ കംപ്ലീറ്റ് എന്ത് ചെയ്തത്? നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവരവിടെ നിന്ന് ഇറക്കി വിട്ട കാര്യവും അവരുടെ ഭൂമി പിടിച്ചെടുത്ത കാര്യവും പറയുമ്പോഴും മറന്നു പോകരുത്, ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവിടെയുള്ള കുറിച്യരുടെയും കുറുമ്പരുടെയും ചോര വീണ, അല്ലെങ്കിൽ അവർ ചോര നീരാക്കിയ ആ റോഡുകളാണ് ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് ഓർമ്മ. ഇത് ക്രൂവൽ ടാക്സ് കളക്ഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് പറയാണ്. അടുത്തത് നോക്കുക, റെസ്ട്രിക്ഷൻ ഓൺ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്നാണ് ഇവിടെ പറയുന്നത്. റെസ്ട്രിക്ഷൻ ഓൺ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ദ ബ്രിട്ടീഷ് ആൾസോ പ്രൊഹിബിറ്റഡ് ദ ട്രഡീഷണൽ പ്രാക്ടീസ് ഓഫ് വെട്ടിച്ചുട്ട കൃഷി, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ വെയർ ഫോറസ്റ്റ്സ് ലാൻഡ് വാസ് ക്ലിയർഡ് ബൈ ഫയർ ഫോർ ഫാമിംഗ് എന്നിവിടെ പറഞ്ഞിരിക്കുകയാണ്. അതായത് ഞാനിവിടെ എടുത്തു പറയാണ്, ഇവർ ഈ കുറിച്യന്മാരുടെ ഒരു പ്രധാനപ്പെട്ട കൃഷി രീതിയാണ് വെട്ടിച്ചുട്ട കൃഷി എന്ന് പറയും. വെട്ടിച്ചുട്ട കൃഷി, നിങ്ങൾ ഈ വാക്കൊന്ന് ശ്രദ്ധിക്കുക. വെട്ടിച്ചുട്ട കൃഷി എന്നും പറയും, പിന്നെന്തും പറയും? വെട്ടിച്ചൂട്ട് കൃഷി എന്നും പറയും. ഓക്കെയാണ്. ഇതിലേത് പേര് പറഞ്ഞാലും ഈ സ്റ്റേം ശരിയാണ്. മക്കളെ ഇനി ശ്രദ്ധിച്ച് കേട്ടോളണം. എന്താണ് വെട്ടിച്ചുട്ട അല്ലെങ്കിൽ വെട്ടിച്ചൂട്ട് കൃഷി എന്നാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾ കേരളത്തിലുള്ള വനങ്ങളെ നമുക്കറിയാലോ. കേരളത്തിലെ വനങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇനി ക്ലാസ്സിൽ പഠിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഒന്ന് നിത്യഹരിത വനങ്ങളുണ്ട്, അർദ്ധനിത്യഹരിത വനങ്ങളുണ്ട്.
ഇലപൊഴിയും ആർദ്രവനങ്ങളുണ്ട്, ഇലപൊഴിയും വരണ്ട കാടുകളുണ്ട്, പുൽമേടുകളുണ്ട്, ചോല ഫോറസ്റ്റ് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ മൗണ്ടൈൻ ഫോറസ്റ്റ് ഉണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പഠിക്കാറുണ്ട്. ഇവിടെ നിങ്ങൾ അറിയേണ്ടത്, നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള വനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ വനങ്ങൾ ഈ പറയുന്ന ആർദ്രവനങ്ങളാണ്. ആർദ്രവനങ്ങളെന്ന് പറയുമ്പോൾ ഇലപൊഴി ആർദ്രവനങ്ങളാണ്. ഇലപൊഴി ആർദ്രവനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും, അതായത് വേനലാകുമ്പോഴത്തേക്ക് ഒരു വൃക്ഷത്തിൻ്റെ കംപ്ലീറ്റ് ഇലയും പൊഴിഞ്ഞ് തറയെ വീഴും. ഈ തറയെ വീഴുന്ന എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ മണ്ണിൽ നിന്ന് ജലാംശം ഈർപ്പമായിട്ട് മുകളിലേക്ക് പോകും, അല്ലേ? കാരണം അങ്ങനെയാണല്ലോ വെയിലടിക്കുമ്പോൾ. അപ്പോൾ ഈ ഇല കിടക്കുമ്പോൾ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് എന്ത് ചെയ്യില്ല, ബാഷ്പീകരിച്ച് പോവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ കംപ്ലീറ്റ് ഇലകൾ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇവിടെയാണ് ഈ കുറിച്യർമാർ കണ്ടെത്തിയ അടുത്തൊരു രീതി എന്ന് പറഞ്ഞാൽ വെട്ടിച്ചൂട്ട് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പറയുന്ന കാടിനവർ തീയിടും. കാടിന് തീയിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു സൈഡിൽ നിന്ന് കംപ്ലീറ്റ് ഈ ഇല വീണ് കിടക്കുകയാണല്ലോ, ഇതിന് കംപ്ലീറ്റ് തീയിടുമ്പോൾ തീയിടുന്നതിന് മുമ്പ് കംപ്ലീറ്റ് അവിടുത്തെ മൃഗങ്ങളെയൊക്കെ അവർ ഓടിക്കും കേട്ടോ. മൃഗങ്ങളെയൊന്നും കൊന്നുകളയില്ല, മൊത്തം മൃഗങ്ങളെ അവിടെ നിന്ന് ഓടിക്കും. കാരണം അവർക്കറിയാം ഒരു പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷി രീതിയാണ്. ഈ ഓടിച്ച് അവിടെ മുഴുവൻ തീയിടും. അപ്പോൾ തീ ഇട്ടിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, തീ ഇട്ടിട്ട് ഇവർക്കിത് എന്ത് ചെയ്യാൻ പറ്റും, ഈ തീ അണയ്ക്കാനും അവരെ കൊണ്ട് സാധിക്കും. കാരണം അവർ ഈ തീ എവിടെ നിന്നിട്ട് വരുമ്പോൾ എവിടെയാണോ ഇടുന്നത് അത്രയും ഭാഗത്ത് തീ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ എന്ത് ചെയ്യും, കുറേ ഭാഗം ഒരു അതിർത്തി വെച്ചിട്ട് അവരവിടെ വെച്ച് അണയ്ക്കുമ്പോൾ ഒരു 2 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ കംപ്ലീറ്റ് തീയൊക്കെ കംപ്ലീറ്റ് അടങ്ങി. അപ്പോൾ അവർ കംപ്ലീറ്റ് അത് ചാരമായി മാറും. ആ ചാരത്തിൽ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കംപ്ലീറ്റ് കൃഷി ചെയ്യും. ചാരവും മണ്ണും കൂടെ ചേർത്ത് കൃഷി ചെയ്യുന്നതും അല്ലെങ്കിൽ ചാരത്തിനകത്ത് മാത്രം കൃഷി ചെയ്യുമ്പോൾ വലിയ വിളവ് അവർക്ക് ലഭിക്കുമായിരുന്നു. ഇതാണ് വെട്ടിച്ചൂട്ട് കൃഷി. ബ്രിട്ടീഷുകാർ നോക്കിയപ്പോൾ ഇവർ തീയിട്ടിട്ട് അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. അപ്പോൾ ഇവർക്ക് ഈ ബ്രിട്ടീഷുകാർക്ക് അറിയാം ഈ വനത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. കാരണം എന്ന് വെച്ചാൽ ഈ വനവിഭവവും മറ്റും കണ്ടുകൊണ്ടാണ് അവരിവിടെ വന്ന് എത്രയെങ്കിലും നാളുകളായിട്ട് എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഈ വനത്തിനും തീയിട്ട് നശിപ്പിക്കുക അവർ സമ്മതിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പിൽക്കാലത്ത് നിങ്ങൾ ബീച്ച് ഫോറസ്റ്റിനും മറ്റുമൊക്കെ പഠിക്കുമ്പോൾ നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക, റിസർവ് ഫോറസ്റ്റ് എന്നൊരു സംവിധാനം അവർ കൊണ്ടുവരാനുള്ള കാര്യം എന്താ? ഒരു കാരണവശാലും ആര് വരരുത്, ഇങ്ങോട്ടേക്ക് ആരും വരാൻ പാടില്ല. ഗോത്രവിഭാഗം പോലും ആ പ്രദേശങ്ങളിലേക്ക് വരാൻ പാടില്ല. അത് വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എന്താണ്? ഈ വനം ഉണ്ടാവില്ല. ഇനി വനം ഉണ്ടാവാതിരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇതിനകത്തുനിന്ന് സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. വനവിഭവം കണ്ടോ, ധാതുവിഭവം കിട്ടോ? ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ വെട്ടിച്ചൂട്ട് കൃഷി എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണം. ഇത് കോണ്ടൻ്റാണ്, അതുകൊണ്ട് പറഞ്ഞു എന്നാണ്. അപ്പോൾ വെട്ടിച്ചൂട്ട് കൃഷി ബ്രിട്ടീഷുകാർ അവസാനിപ്പിച്ചതും ഒരു കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി. അടുത്തത് ഹരാസ്മെൻ്റ് ആണ്. ഹരാസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. റവന്യൂ ഓഫീസേഴ്സ് routinely harassed forest dwellers and plundered their crops എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അവരുടെ കംപ്ലീറ്റ് സ്ഥലം പിടിച്ചെടുത്തു എന്നുള്ളത് മാത്രമല്ല, അവർ ഈ പറയുന്ന കാട് കൊണ്ട് ജീവിക്കുന്ന മുഴുവൻ ആളുകളെയും അവർ അടിമകളാക്കി വെക്കുകയും അതുപോലെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഈ പറയുന്ന അനുസരിച്ച് നികുതി പിരിക്കുന്ന ആളുകൾ, ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം കൂടെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഈ പറയുന്ന ആളുകളെ എന്ത് ചെയ്യാൻ തുടങ്ങി, അവരുടെ അവരിപ്പോൾ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുക്കാനും ഒക്കെ തുടങ്ങിയത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മാറ്റുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് ഇവർ എന്ത് ചെയ്യുക, ക്യാഷ് ബൈ ഹാൻഡായിട്ട് കൊടുക്കുക. ഇനി മുതൽ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ട ക്യാഷ് തന്നെ വേണം. അടുത്ത് പറയാണ്, ക്യാഷ് കൊടുക്കാത്തവർ, അതായത് നികുതി കൊടുക്കാത്തവരുടെ കംപ്ലീറ്റ് പ്രോപ്പർട്ടി സീസ് ചെയ്യുകയും അതുപോലെ തന്നെ അവരവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു എന്നുള്ളതാണ്. അതുമാത്രമല്ല, വെട്ടിച്ചൂട്ട് കൃഷി അവസാനിക്കുകയും അതുപോലെ ഹരാസ്മെൻറ്റ് വളരെ കാര്യമായിട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം അനുഭവിക്കുന്ന ആരാണ്? കുറിച്യർ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഗോത്രവർഗത്തിലുള്ള വിഭാഗത്തിലുള്ള ആളുകൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇതെല്ലാം കലാപത്തിൻ്റെ കാരണങ്ങളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. നോക്കുക, അപ്രൈസിങ് ആൻഡ് ലീഡർഷിപ്പ് എന്ന് പറയുകയാണ്. ഇവിടെ നമ്മൾ അപ്രൈസിങ് എന്ന് പറയുമ്പോൾ ഇവിടെ തുടങ്ങാൻ പോവാണ്. ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ കലാപത്തിൻ്റെ തുടക്കം വരെയാണ്. ലീഡർഷിപ്പിലേക്ക്, അതായത് നേതൃത്വത്തിലേക്ക് ആളുകൾ എന്ത് ചെയ്യാൻ വരാൻ പോവാണ്. നിവൃത്തിയില്ലാണ്ട് വരാൻ പോവാണ്. കാരണം ഇവർക്ക് ഇനി സഹിക്കാൻ പറ്റൂല, അത്രയും ലെവലിലേക്ക് എന്ത് ചെയ്തു, കാര്യങ്ങൾ മാറിക്കഴിയാണ്. നോക്ക്, ദ റിവോൾട്ട് ഒഫീഷ്യലി ബിഗാൻ ഓൺ March 25, 1812 following a meeting at Mellur which the British attempted to disperse using force എന്നാണ്. ഇവിടെ ഞാൻ എടുത്ത് പറയാണ്,
റിവോൾട്ട് ഒഫീഷ്യലി ബിഗാൻ ഓൺ മാർച്ച് 25, 1812. 1812 മാർച്ച് 25-നാണ് എന്ത് തുടങ്ങുന്നത്? ഈ കലാപം തുടങ്ങുന്നത്. ശരിക്കും കലാപം തുടങ്ങാൻ ഉദ്ദേശിച്ചത് മറ്റൊരു ദിവസത്തേക്കാണ്, അല്ലെങ്കിൽ കലാപത്തിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ വേണ്ടി, ആലോചിക്കാൻ വേണ്ടിയിട്ടൊരു ആലോചനാ യോഗം അവിടെയുള്ള എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരു മീറ്റിംഗ് വിളിക്കുന്നു. ആ മീറ്റിങ്ങിനെ വിളിക്കുന്ന സ്ഥലം മെല്ലൂരാണ്. ഈ മെല്ലൂർ നിലവിൽ കർണാടകയിലാണ്. മെല്ലൂർ കേട്ടോ. ഞാൻ പറഞ്ഞത് ഈ മെല്ലൂരിനെ നമ്മുടെ ഏതെങ്കിലും പുസ്തകങ്ങളിൽ ചിലപ്പോൾ കൊടുത്തിരിക്കുന്ന വാക്ക് മല്ലൂർ എന്നായിരിക്കും. എന്താണ് മല്ലൂർ? മല്ലൂര് ശരിയാണോ എന്ന് ചോദിച്ചാൽ മെല്ലൂരെന്നോ മല്ലൂരെന്നോ പറയാം. അത് അവിടെ വെച്ചൊരു ആലോചന യോഗം വിളിച്ചു കൂട്ടുകയാണ്. ഈ ആലോചന യോഗം വിളിച്ചു കൂട്ടി അറിഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ബ്രിട്ടീഷ് പട്ടാളക്കാർ എങ്ങോട്ട് വരുന്നു? ഈ ആലോചന യോഗത്തിലേക്ക് വരുന്നു. അവർ എന്ത് ചെയ്യുന്നു? ഈ ഫോഴ്സിനെ ഉപയോഗിച്ച് ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത് ഡിസ്പോസ് ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇവരെ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? പുറത്താക്കുക. അപ്പോൾ ഇത് യോഗം പിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർ നോക്കുമ്പോൾ കുറിച്ചരെല്ലാം കൂടെ വന്നൊരു ഹാളിനകത്ത് ഇരുന്നിട്ട് അവർ കാര്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ വന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്ത് ഇവരെ മുഴുവൻ പല വഴിക്കായിട്ട് അടിച്ചോടിക്കാം. കാരണം അവർ നോക്കുമ്പോൾ അവർ അടിമകളാക്കി വെച്ചിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ളവരല്ലേ, ഗോത്ര വിഭാഗം അല്ലേ, ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. അത് മാത്രമല്ല പഴശ്ശിരാജയുടെ കൂടെ ഉണ്ടായിരുന്നവരല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ കൊണ്ട് ഇവരെന്ത് ചെയ്തു? ഒരു 4-5 പേരുള്ള ഒരു പട്ടാള സംഘമാണ് വരുന്നത്. അത് ഒരു പുസ്തകത്തിൽ വായിച്ചത് ഒരു ജീപ്പിൽ വന്നിറങ്ങി എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ജീപ്പിൽ വന്നിറങ്ങിയോ, നടന്നു വന്നോ, ഇനി പറന്നു വന്നോ, അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷേ ഈ വന്നവരാരും പിന്നീട് എന്ത് ചെയ്തിട്ടില്ല? അവിടെ നിന്ന് തിരികെ പോയിട്ടില്ല. ആ വന്ന ജീപ്പിനെയൊക്കെ അവർ പൊളിച്ചു എന്നാണ് പറയപ്പെടുന്നത്. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് വെറുപൂണ്ട് നിൽക്കുന്ന, ക്ഷമയുടെ നെല്ലി പലക കണ്ട് നിൽക്കുന്ന ആളുകളാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. ഉറപ്പായിട്ടും കലാപം തുടങ്ങിയത് ഈ മല്ലൂരിലുള്ള അല്ലെങ്കിൽ മെല്ലൂരിലുള്ള ആലോചനാ യോഗം എന്നാണോ അവിടെ നടന്നത്, അതിനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു പ്രൊവക്കേഷനാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കലാപം തുടങ്ങുന്നത്. അടുത്തത് ലീഡർഷിപ്പിലേക്കാണ് നമ്മളിത് അവിടെ നോക്കുന്നത്. മക്കളെ ഓൾറെഡി പറഞ്ഞു, ഇതിനകത്ത് ഇനി ആരില്ല, തലക്കൽ ചന്തു ഇല്ല. കാരണം അദ്ദേഹം കൊല്ലപ്പെട്ടു. 2ാം കലാപത്തിൽ തന്നെ, പഴശ്ശി കലാപത്തിൽ തന്നെ പുള്ളി കൊല്ലപ്പെട്ടു. അപ്പോൾ അതിനകത്ത് ഇനി ആരില്ല, തലക്കൽ ചന്തു ഇല്ല. അതുകൊണ്ട് ഇവിടെ നോക്കുക, ദ പ്രൈമറി ലീഡർ ആൻഡ് മാസ്റ്റർ മൈൻഡ് ഓഫ് ദ റിവോൾട്ട് വാസ് രാമ നമ്പി എന്നാണ് കൊടുത്തിട്ടുണ്ട്. രാമ നമ്പി. അടുത്തത് അതർ പ്രൊമിനന്റ് ലീഡേഴ്സ് ഇൻക്ലൂഡഡ് പ്ലാക്ക ചന്തു, 1000 വീട്ടിൽ കോണ്ടപ്പൻ, വെൺകലോൻ കേളു ആൻഡ് മസിലോട്ടടൻ യാമു. ഇതാണ് നമ്മൾ കേൾക്കുന്ന പേരുകൾ. മക്കളെ ഈ പേരുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വളരെ വളരെ കാര്യമായിട്ട് പറയാണ്, നോക്കുക. ഇവിടെ പറയാണ് ദ പ്രൈമറി ലീഡർ ആൻഡ് മാസ്റ്റർ മൈൻഡ് ഓഫ് ദ റിവോൾട്ട്, പ്രാഥമികമായിട്ടുള്ള നേതാവും അതുപോലെ തന്നെ ഈ കലാപത്തിൻ്റെ ബുദ്ധി കേന്ദ്രവും ആരെന്ന് ചോദിച്ചാൽ ആ വ്യക്തിയാണ് രാമൻ നമ്പി എന്നാണ്. അപ്പം നമുക്ക് ഈ വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് ഇങ്ങനെ വേണം പറയാൻ, രാമൻ നമ്പി. രാമൻ നമ്പി. നമ്മൾ ഈ രാമൻ നമ്പിയാണ് ചേർത്തുകൊണ്ട് രാമനമ്പി എന്ന് എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത് കേട്ടോ. ഈ രാമൻ നമ്പിയെ നമ്മൾ രാമമൂപ്പർ എന്നും വിളിക്കാറുണ്ട്. രാമമൂപ്പർ എന്ന് വിളിക്കാറുണ്ട്. സീനിയർ മോസ്റ്റ് പേഴ്സൺ ആണ്. ഗോത്രത്തിൻ്റെയൊക്കെ ഒരു രാജാവ് എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ നിൽക്കുന്ന ആളാണ് ആര്? രാമൻ നമ്പി. അതുപോലെ ബാക്കിയുള്ള ലീഡേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ കേട്ടോളണം, പ്ലാക്ക ചന്തു. എൻ്റെ കൂടെ പറഞ്ഞോളണം, പ്ലാക്ക ചന്തു. നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയത് എന്ത് പേരാണ്? ഗോത്ര വിഭാഗങ്ങൾക്കിടയിലുള്ള പേരായതുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നത്, പ്ലാക്ക ചന്തു. അടുത്തത് 1000 വീട്ടിൽ കേട്ടോ, കോന്തപ്പൻ എന്നാണ് അടുത്ത ആളിൻ്റെ പേര്. 1000 വീട്ടിൽ കോന്തപ്പൻ. അടുത്ത പേര് വെൺകലോൻ കേളു. പറഞ്ഞു, വെൺകലോൻ കേളു. അടുത്ത പേര് കേട്ടാ മാസിലോട്ടടൻ അല്ലെങ്കിൽ മസിലോട്ടടൻ യാമു. യായാണ് യാമു. അപ്പോൾ ഇതാണ് പേരുകൾ മാത്രം പറഞ്ഞ് രാമൻ നമ്പി. രാമൻ നമ്പിയുടെ മറ്റൊരു പേര് രാമമൂപ്പർ. ഇനി ലീഡേഴ്സ് ആരൊക്കെയാണ്? പ്ലാക്ക ചന്തു, 1000 വീട്ടിൽ കോന്തപ്പൻ, വെൺകലോൻ കേളു, മസിലോട്ടടൻ യാമു. ഇതിനകത്ത് തലക്കൽ ചന്തു ഉണ്ടോ? ഇല്ല. അപ്പോൾ ആരാണ് കുറിച്യ കലാപത്തിൻ്റെ പ്രധാന നേതാവ്? രാമൻ നമ്പിയാണ്. ആരാണ് ബുദ്ധി കേന്ദ്രം, മാസ്റ്റർ മൈൻഡ്? അതും രാമൻ നമ്പിയാണ്, രാമമൂപ്പരാണെന്ന് ക്ലാസ്സിൽ പറഞ്ഞു. അടുത്തത് സ്ലോഗനാണ്. എന്താണ് സ്ലോഗൻ? ദ റെബൽസ് മാർച്ച്ഡ് വിത്ത് ദ സ്ലോഗൻ എക്സ്പെൽ ദ വൈറ്റ് ഹാറ്റഡ് പീപ്പിൾ ഫ്രം ദ
കൺട്രി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് മുദ്രാവാക്യം? ഈ മുദ്രാവാക്യമാണ് സ്ലോഗൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നു എക്സ്പെൽ ദ വൈറ്റ് ഹാറ്റഡ് പീപ്പിൾ ഫ്രം ദ കൺട്രി എന്നാണ്. അതായത് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നാണ്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. മക്കളെ, ഇത് കണ്ടു കഴിഞ്ഞാൽ വൈറ്റ് ഹാറ്റഡ് പീപ്പിൾ ഫ്രം ദ കൺട്രി എന്നാണ്. എക്സ്പെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താക്കുക. വൈറ്റ് ഹാർട്ടഡ് എന്ന് പറയുമ്പോൾ വെള്ള വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നാണ്. എന്നാൽ PSC തന്നെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യം എങ്ങനെയാണ്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. കൂടെ പറഞ്ഞ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ഏത് കലാപമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കുറിച്യ കലാപമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മക്കളെ, എന്നാണ് കലാപം തുടങ്ങുന്നത്? 1812 മാർച്ച് 25. എവിടെയാണ് കലാപം തുടങ്ങുന്നത്? മല്ലൂർ അല്ലെങ്കിൽ മെല്ലൂരിലാണ്. ഈ മെല്ലൂർ നിലവിൽ എവിടെയാണ്? കർണാടകയിലാണ്. ആ കർണാടകയിൽ എന്താ നടന്നത്? ആ മെല്ലൂരിൽ ആലോചനാ യോഗം. അതിനെ ആര് അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു? അത് ബ്രിട്ടീഷുകാർ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു. അതും പട്ടാളത്തിന് ഉപയോഗിച്ചുകൊണ്ട് കലാപം തുടങ്ങി. പ്രധാന നേതാവ് ആരാണ്? നേതാക്കന്മാരൊക്കെയാണ്. മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ഇത്രയും കാര്യങ്ങൾ കിട്ടുമല്ലോ. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാണ്. മെത്തേഡ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് ഇത് അടുത്ത് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. എങ്ങനെയാണ് ഈ പറയുന്ന ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായത് എന്നുള്ളതാണ് ഇവിടെ പറയുന്ന മെത്തേഡ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ്. ദ കുറിച്യാസ് ആൻഡ് കുറുംബാസ് യൂസ്ഡ് ബൗസ് ആൻഡ് ആരോസ് ആസ് ദെയർ പ്രൈമറി വെപ്പൺസ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതാ ഇവിടെ നോക്കുക. ദ കുറിച്യാസ് ആൻഡ് കുറുംബാസ്, കുറിച്യരും കുറുമ്പരും, ബോ ആൻഡ് ആരോസ് ആസ് ദെയർ യൂസ്ഡ് ബോസ് ആൻഡ് ആരോസ് ആസ് ദെയർ പ്രൈമറി വെപ്പൺസ്. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, വളരെ ക്ലിയർ ആയിട്ടുള്ള അമ്പെയ്ത്ത് വിദഗ്ധരുണ്ടായിരുന്ന സംഘമാണ് കുറിച്യരുടെയും കുറുമ്പരുടെയും. രണ്ട് വിഭാഗത്തിലും മികച്ച ആളുകൾ ഉണ്ടായിരുന്നതാണ്. ആ കാണുന്നതിൽ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കുറിച്യരാണ്. അതുകൊണ്ടാണ് കുറിച്യ കലാപം എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് രണ്ടുപേരുണ്ട്, കുറിച്യരും കുറുമ്പരും ഉണ്ട് കേട്ടോ. ഇനി അത് മനസ്സിലാക്കുക. അപ്പോൾ ഇവർ ഈ പറയുന്ന അനുസരിച്ച് ഇവരുടെ പ്രധാനപ്പെട്ട ആയുധം എന്താണ്? അമ്പും വില്ലുമാണ്. ഇതിനെയാണ് ഇവിടെ ബൗസ് ആൻഡ് ആരോസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്താണ്? ഈ കാണുന്നതാണ്. അടുത്തത് ദേ ബ്ലോക്ക്ഡ് ടാക്സ് കളക്ടേഴ്സ്. എന്ന് പറഞ്ഞാൽ ടാക്സ് കളക്ട് ചെയ്യാൻ വന്ന ആളുകൾക്ക് ടാക്സ് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തടസ്സപ്പെടുത്തി. അപ്പോൾ ഇതാണ് കളക്ടേഴ്സ്. കംപ്ലീറ്റ്ലി ഡിസ്ട്രപ്റ്റഡ് ട്രാൻസ്പോർട്ടേഷൻ ത്രൂ മൗണ്ടൻ പാസസ്, ചുരങ്ങൾ. അതായത് ചുരങ്ങളിലൂടെയുള്ള, അതായത് മൗണ്ടൻ പാസസ് എന്ന് പറയുമ്പോൾ ചുരങ്ങളിലൂടെയുള്ള യാത്ര പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? ഇവർ തടയുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആലോചിച്ച് നോക്കി, ബ്രിട്ടീഷുകാർക്കൊരു ശല്യമായിട്ട് മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. ആൻഡ് അറ്റാക്ക്ഡ് പോലീസ് സ്റ്റേഷൻ ആൻഡ് ബ്രിട്ടീഷ് ആം സെന്റേഴ്സ് ഇൻ മാനന്തവാടി ആൻഡ് സുൽത്താൻ ബത്തേരി എന്ന് പറയാണ്. അത് മാത്രമല്ല, പോലീസ് സ്റ്റേഷനും ബ്രിട്ടീഷുകാരുടെ ആം സെന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ആയുധപ്പുരയും അത് മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും എന്ത് ചെയ്തു? അവർ ആക്രമിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അപ്പോൾ ഇവർ കലാപകാരികൾ എന്ന് പറയുന്ന കുറിച്യരും കുറുമ്പരും അവരുടെ ആയുധം എന്തായിരുന്നു? അമ്പും വില്ലുമാണ്. ആ അമ്പും വില്ലും ഉപയോഗിച്ച് കണ്ടുകൊണ്ടാണ് ഇവരെന്ത് ചെയ്തു? ടാക്സ് കളക്ട് ചെയ്യാൻ വന്ന ടാക്സ് നികുതി പിരിവുകാരെ കംപ്ലീറ്റ് തടഞ്ഞു. അത് കഴിഞ്ഞാൽ അവരടുത്ത് ചെയ്തിരിക്കുന്നത്, അവർ കംപ്ലീറ്റ് ചുരങ്ങളിലൂടെയുള്ള യാത്ര എന്ത് ചെയ്തു? നിരോധിച്ചു. അതായത് ചുരങ്ങൾ കംപ്ലീറ്റ് യാത്ര ചെയ്യുമ്പോൾ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് മാത്രമല്ല, പോലീസ് സ്റ്റേഷൻ അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ആയുധപ്പുരകൾ മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും അവരെന്ത് ചെയ്തു? ആക്രമിച്ചു. അടുത്തത്, ദ റിവോൾട്ട് ആൾസോ ഹാഡ് എ സ്ട്രോങ് കണക്ഷൻ ടു ദ പുൽപ്പള്ളി മുരുകൻ ടെമ്പിൾ, അതുപോലെ തന്നെ സീതാദേവി ടെമ്പിൾ, മുരുകൻ ടെമ്പിൾ, സീതാദേവി ടെമ്പിൾ. അതായത് ഇവിടെ പറയുന്ന അനുസരിച്ച് ഈ റിവോൾട്ടിന് ഒരു വലിയ സ്ട്രോങ് കണക്ഷൻ ഉണ്ട്. ആ സ്ട്രോങ് കണക്ഷൻ ഉണ്ടാവുന്ന ക്ഷേത്രമാണ് ഇത് പുൽപ്പള്ളി മുരുകൻ ടെമ്പിൾ. നമ്മൾ അതിനെ സീതാദേവി ടെമ്പിൾ എന്ന് എന്ത് ചെയ്യാറുണ്ട്? വിളിക്കാറുണ്ട്. അപ്പോൾ ഇതും കൂടെ നിങ്ങളുടെ മനസ്സിലൊന്ന് വേണം. അതായത് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കലാപകാരികൾ അവർ സ്ട്രോങ് ആയിട്ട് ഒരു ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ഈ പറയുന്ന പുൽപ്പള്ളി ആണെങ്കിൽ പോലും ഗോത്ര വിഭാഗത്തിന് വളരെ ആക്സസ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇവിടെയാണ് ഇവരുടെ പ്രധാനമായിട്ടും ഇവർ വന്ന് പ്രാർത്ഥിച്ചിരുന്നത്. അവരവരുടെ കുരിശി പോലുള്ള ചടങ്ങുകൾ ചെയ്തിരുന്നത്. കുരിശി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ അല്ലേ? കുരിശി എന്ന് വെച്ചാൽ എന്താണെന്നറിയാലോ. അപ്പോൾ ഹിന്ദു മതത്തിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതും, അപ്പോൾ ഈ റിവോൾട്ടുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നതും, അതുമാത്രമല്ല കുറിച്യർമാർക്ക് ഒരു പരിധിവരെയും
ഒരു സ്ട്രോങ് ഷീൽഡ് പോലെ ഉണ്ടായിരുന്നതും എന്നൊക്കെ പല പുസ്തകങ്ങളിലും പറയുന്നതും ഈ പറയുന്ന ഏതാണ് ഈ മുരുകൻ ടെമ്പിളാണ്. അതുപോലെ തന്നെ സീതാദേവി ടെമ്പിൾ എന്ന് നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ മെത്തേഡ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അടുത്തത് സപ്രഷൻ ആൻഡ് സിഗ്നിഫിക്കൻസ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ദ ബ്രിട്ടീഷ് റെസ്പോണ്ടഡ് ബൈ സെൻഡിങ് ട്രൂപ്സ് ഫ്രം മൈസൂർ ടു സപ്രസ് ദ അപ്രൈസിങ് എന്നിവിടെ പറയുകയാണ്. അപ്പോൾ അടിച്ചമർത്തലുകളുടെ ഇമ്പോർട്ടൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ച് ബ്രിട്ടീഷുകാർ അവരൊരു ട്രൂപ്പിനെ എന്ത് ചെയ്യുന്നു, പല ട്രൂപ്പുകളായിട്ട് മൈസൂരിൽ നിന്ന് എങ്ങോട്ട് വിടുകയാണ്, ഈ മലബാറിലേക്ക് വിടുകയാണ്. മലബാറിലേക്ക് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ കുറിച്ച കലാപം നടക്കുന്ന വയനാട്ടിലേക്ക് എന്ത് ചെയ്യുന്നു, വിടുകയാണ്. കാരണം മൈസൂർ ഇപ്പോൾ കംപ്ലീറ്റ്ലി ആരുടെ കയ്യിലാണ്, ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ്. അപ്പോൾ അവിടെ നിന്ന് കൂടുതൽ ആളുകൾ എത്താണ്. അടുത്തത് ദ എൻഡ് ഓഫ് ദ റിവോൾട്ടിനെ കുറിച്ചാണ് നമ്മളിവിടെ അടുത്ത് ക്ലാസ്സിൽ പറയുന്നത്. എൻഡ് ഓഫ് ദ റിവോൾട്ട്. അപ്പോൾ എൻഡ് ഓഫ് ദ റിവോൾട്ട് ക്ലാസ്സിൽ പറയുമ്പോൾ മനസ്സിലാക്കുക, രാമനമ്പി വാസ് ക്യാപ്ചേർഡ് ആൻഡ് കിൽഡ് ബൈ ദ ബ്രിട്ടീഷ് ഫോഴ്സസ് ഓൺ May 1st, 1812. The revolt was officially suppressed by May 8, 1812. അപ്പോൾ ഇവിടെ പറയുമ്പോൾ അനുസരിച്ച് നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ പറയുന്നത് രാമനമ്പിയെ ക്യാപ്ചേർഡ് ആൻഡ് കിൽഡ് ബ്രിട്ടീഷ് ഫോഴ്സസ് ഓൺ May 1st, 1812. അതായത് May 1, 1812 ഈ കലാപകാരികളുടെ നേതാവായ രാമൻ നമ്പിയെ അവർ പിടികൂടി. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇവർ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളെ ഈ പറയുന്ന കലാപകാരികളുടെ മുമ്പിൽ വെച്ച് തലവെട്ടി കൊലപ്പെടുത്തും. അതാണ് ഇവരുടെ ഒരു രീതി. അപ്പോൾ കൂടെ നിൽക്കുന്നവർ ഭയപ്പെടും. ആ ഭയമാണ് ഇവർ ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെ 1812 May 1 രാമൻ നമ്പിയെ എന്ത് ചെയ്തു, ഇവർ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലവെട്ടി കൊലപ്പെടുത്തി. ഇതാണ് ശരിക്കുള്ള കഥ. അത് മാത്രമല്ല, അതിനുശേഷം ഈ റിവോൾട്ട് എന്ത് ചെയ്തു, 1812 May 8 ആയപ്പോൾ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർക്ക് അടിച്ചമർത്താൻ സാധിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഒരു കാര്യം കൂടി നോക്കാം. ഇതിനുള്ളൊരു ഒരു 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 ചരിത്രപരമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്താണെന്നുള്ളതാണ്, ഹിസ്റ്റോറിക്കൽ ഇമ്പാക്റ്റ് എന്താണെന്നാണ് അടുത്ത് നമ്മൾ പറയാൻ പോണത്. ഹിസ്റ്റോറിക്കൽ ഇമ്പാക്റ്റ് 1812 കുറിച്ച് കലാപം അതൊരു പരാജയമായിരുന്നോ വിജയമായിരുന്നോ എന്നൊക്കെ നമ്മളിനി കണക്ക് കൂട്ടുമ്പോൾ, പക്ഷെ അത് ഉണ്ടാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ എന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷെ അത് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഇമ്പാക്റ്റ് എന്താണെന്നാണ് നമ്മളിനി അടുത്ത് നമ്മൾ നോക്കാൻ പോകണം. നോക്കുക. TH ബേബർ. നിങ്ങൾക്ക് ഈ പേര് ഓർമ്മയുണ്ടാവും. പഴശ്ശി കലാപത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആളാണ്. തലശ്ശേരിയുടെ സബ് കളക്ടറായിട്ട് ചാർജ് എടുത്ത ആളാണ്. അപ്പോൾ TH ബേബർ വരികയാണ്. TH ബേബർ, എ ബ്രിട്ടീഷ് ഒഫീഷ്യൽ, നോട്ടഡ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ സ്ട്രഗിൾ, stating that if the rebels had held out for just one more month, the entire country would have been under their control എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. TH ബേബർ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു മാസം, മക്കളെ ഇതിൻ്റെ കൂടെ പറയണേ, ഒരു മാസം കൂടി കലാപകാരികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ രാജ്യം അവർ പിടിച്ചെടുത്തേനെ. ഇത് നമ്മളാരും പറഞ്ഞതല്ല, ബ്രിട്ടീഷുകാരനായ TH ബേബർ പറഞ്ഞാണ്. എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തൊരു ഇമ്പാക്റ്റാണ് ഈ പറയുന്ന ഏത് കലാപം കൊണ്ട്, കുറിച്ച കലാപം കൊണ്ട് ഉണ്ടായത് എന്നുള്ളത് മനസ്സിലാക്കുക. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ഒന്ന് പറയാമോ? പറഞ്ഞേ. ഒരു മാസം. അതങ്ങനെ ഒരു മാസം കൂടി പറഞ്ഞു. ഒരു മാസം കൂടി പോരാ, ഒന്നുകൂടെ പറഞ്ഞേ. ഒരു മാസം കൂടി കലാപകാരികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഏത് രാജ്യം? ഈ രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മൊത്തം അല്ല കേട്ടോ. പിന്നെ ഏതാ? മലബാർ ആ ഒരു രാജ്യമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ആ രാജ്യം മുഴുവൻ ആര് പിടിച്ചെടുത്തേനെ? അത് ഈ പറയുന്ന കുറിച്യര് പിടിച്ചെടുത്തേനെ. ആരാ അവകാശപ്പെട്ട? TH ബേബർ. പ്രീവിയസ് ചോദ്യമാണ്, നിങ്ങളിത് പ്രീവിയസ് ചോദ്യത്തിൽ കാണും. ഓക്കെ ആണല്ലോ, മറന്നു പോകരുത് കേട്ടോ. ഇനി അടുത്തത് നോക്കുക. വൈൽ ദ പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ് ഓഫ് മലബാർ വാസ് ലോസ്റ്റ്, the revolt marked a crucial chapter in the resistance against foreign rule and led to some progressive administrative changes in the following years. അതായത് കണക്ക് നോക്കുമ്പോൾ ഈ പറയുന്ന കുറിച്ച കലാപം നമ്മൾ നടത്തിയ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട് പരാജയപ്പെട്ട ഒന്ന് തന്നെ ആയിരിക്കും. സ്വാതന്ത്ര്യ സമര ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് പരാജയപ്പെട്ട ഒന്ന് തന്നെയാണ്. പക്ഷേ ഇതുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അത് ഒരു വിദേശ ശക്തിക്കെതിരെ എങ്ങനെയാണ് അടിച്ച് നിൽക്കുന്നതെന്ന് വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് പറയുന്നുണ്ട്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കലാപത്തിൻ്റെ ഭാഗമായിട്ട്
വളരെ കാര്യമായിട്ടുള്ള പ്രോഗ്രസീവ് അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചുകൾ പലതും വന്നിട്ടുണ്ട്. അതായത് പുരോഗമനപരമായിട്ട് ഭരണപരമായിട്ടുള്ള പല മാറ്റങ്ങൾ എവിടെ ഉണ്ടായിട്ടുണ്ട്, ഈ ഹിസ്റ്റോറിക്കൽ ഇമ്പാക്റ്റിൻ്റെ ഭാഗമായിട്ട് എവിടെ ഉണ്ടായി, ഈ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറിച്യ കലാപം പരാജയപ്പെട്ടെങ്കിലും നികുതി സംവിധാനമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളെ ഗിരിവർഗമെന്നോ അല്ലെങ്കിൽ നമ്മൾ ഈ ട്രൈബ്സ് എന്ന് പറയുന്ന വിഭാഗത്തിനെയോ ഉപദ്രവിക്കുന്നതിലോ അല്ലെങ്കിൽ ആ പറയുന്ന വിഭാഗത്തിനെതിരെയുള്ള നയപരമായ സമീപനത്തിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ ആരെക്കൊണ്ട് സാധിച്ചു? ഈ കലാപത്തിന് സാധിച്ചു. ബ്രിട്ടീഷുകാർക്ക് വലിയൊരു പാഠമായിട്ടത് മാറുക കൂടി ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ പഠിക്കുന്ന കുറിച്യ കലാപം. ഓക്കെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് മലബാർ, അതായത് മലബാറിലേക്ക് പല ട്രൂപ്പുകളെയും മൈസൂരിൽ നിന്ന് ഈ കലാപം അടിച്ചമർത്താൻ വേണ്ടി കൊണ്ടുവന്നു. രാമൻ നമ്പിയെ മെയ് 1, 1812 തലവെട്ടി കൊലപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. കലാപം പൂർണ്ണമായിട്ട് അടിച്ചമർത്തുന്നത് മെയ് 8, 1812 ഒരു മാസം കൂടി കലാപകാരികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ രാജ്യം അവർ പിടിച്ചെടുത്തേനെന്ന് TH ബേബർ എന്ത് ചെയ്തു, അഭിപ്രായപ്പെട്ടു. അതുമാത്രമല്ല, ഇത് കലാപം പരാജയപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഇത് പിന്നീട് ഈ മലബാറിൽ ഉണ്ടായിട്ടുള്ള പുരോഗമനപരമായിട്ടുള്ള പല മാറ്റങ്ങൾക്കും കാരണമായിട്ട് മാറിയ ഒരു ചരിത്ര പ്രാധാന്യമുള്ള കലാപം തന്നെയാണ് കുറിച്യ കലാപം. അപ്പോൾ ഇതാണ് മക്കളെ നമ്മൾ ഈ ക്ലാസ്സിൽ പല ക്ലാസ്സുകളിലായിട്ട് പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ ഇതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള ഹിസ്റ്ററിയിൽ പ്രധാനപ്പെട്ട പോരാട്ടങ്ങൾ, പ്രക്ഷോഭങ്ങൾ. അത് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഠിച്ചത് ഏതിനെക്കുറിച്ചാണ്? നമ്മൾ എന്താണ് കുറിച്യ കലാപം എന്നാണ്. അപ്പോൾ കുറിച്യ കലാപം എന്താണെന്ന് മനസ്സിലായല്ലോ. കുറിച്യ കലാപം വർഷം പറഞ്ഞോ, 1812 കുറിച്യ കലാപം. ഏത് റീജിയനിലാണ്? മലബാർ റീജിയനിലാണ്. ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. അതുമാത്രമല്ല, കുറിച്യരെന്ന് നമ്മൾ വിളിക്കുന്നത് ട്രൈബൽ വിഭാഗത്തിനെയാണ് വിളിക്കുന്നത്. ഈ ട്രൈബൽ വിഭാഗം നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ദക്ഷിണേന്ത്യയിലെ ഒരേ ഒരു കലാപമാണ്, ഏറ്റവും വലിയ കലാപമാണ്, ഗോത്രവർഗ കലാപമാണ്. ഏത് നമ്മൾ പഠിക്കുന്ന കുറിച്യ കലാപം 1812. അതിനുശേഷം നമ്മൾ എന്താണ് കുറിച്യരെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിളിച്ചത് ആരാണ്? പഴശ്ശിയാണ്. തെക്കേക്കരി നായർ വിഭാഗമായിട്ടൊരു ലീനേജ് ഇവരുമായിട്ട് ബന്ധപ്പെടുന്നതും മരുമക്കത്തായം ഫോളോ ചെയ്യുന്നതും ഇതിനൊരു വിളിക്കുന്നൊരു ഒരു കണക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട കാര്യം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വലിയ ദോഷങ്ങൾ, വലിയ നഷ്ടങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ആദ്യകാലത്ത് പഴശ്ശി കലാപത്തിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള തലക്കൽ ചന്തു ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു എന്ന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനമായിട്ട് എന്താണ് കലാപത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ബ്രിട്ടീഷുകാരുടെ പ്രതികാരമാണ്. തോമസ് വാർഡൻ മലബാറിലെ കളക്ടർ ഇവർക്ക് മുകളിലേക്ക് അനാവശ്യമായിട്ട് നികുതി അടിച്ച് ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ടാക്സ് നൽകാത്തവരുടെ പ്രോപ്പർട്ടി പിടിച്ചെടുക്കുന്നു, അവരെ അടിമകളാക്കുന്നു, അവരവിടെ നിന്ന് പുറത്താക്കുന്നു. വെട്ടിച്ചൂട്ട് പരമ്പരാഗത കൃഷി രീതിയാണ്, അതിനെ അവസാനിപ്പിക്കുന്നു, ഹരാസ് ചെയ്യുന്നു കാര്യമായിട്ട്. അതിനുശേഷമാണ് കലാപം ഉണ്ടാവുന്നത്. കലാപത്തിനെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ കലാപത്തിൻ്റെ ആലോചനാ യോഗ സമയത്തേക്ക് ഒരു കൂട്ടം ആളുകൾ വന്ന് എന്ത് ചെയ്യുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു, അവരെ മുഴുവൻ കൊലപ്പെടുത്തുന്നു. രാമൻ നമ്പിയും അതുപോലെ പ്ലാക്കച്ചന്തുവും ആയിരമീട്ടിൽ കോന്തപ്പനും മെൺകലോൻ കേളുവും മസിലോട്ടടൻ യാമും ഒക്കെ കടന്നു വരുന്നു. സ്ലോഗൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നാണ്. റെസിസ്റ്റൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചുരങ്ങൾ കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത കാര്യം, പോലീസ് സ്റ്റേഷനും ആയുധപ്പുരയെ ആക്രമിച്ച കാര്യം, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കലാപം എങ്ങനെയാണ് അടിച്ചമർത്തിയത് എന്നും നമ്മൾ ക്ലാസ്സിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഇത്രയും കാര്യങ്ങൾ ഏതിനകത്ത് വരുന്നുണ്ട്? കുറിച്യ കലാപത്തിനകത്ത് വരുന്നുണ്ട്. നമ്മൾ അടുത്ത് പ്രധാനമായിട്ടും ഒരു ഭാഗത്തേക്ക് പോവാണ്. അത് ചാന്നാർ റിവോൾട്ടിനെ കുറിച്ചാണ് നമ്മൾ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ചാന്നാർ റിവോൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹളയെ നമ്മൾ പല പേരുകളിൽ വിളിക്കാറുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് നടന്ന സാമൂഹിക പ്രക്ഷോഭം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത് ഇതിനെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഔട്ട്ലൈന് പറയാൻ പോവാണ്. ഔട്ട്ലൈൻ പറയാമെന്ന് പറഞ്ഞാൽ, മാന്യമായി വസ്ത്രം ധരിക്കാൻ വേണ്ടിയിട്ട് ആദ്യകാലത്ത് കേരളത്തിലുണ്ടായ പ്രക്ഷോഭങ്ങൾ, ആ പ്രക്ഷോഭങ്ങളെയാണ് നമ്മൾ ഒന്നാം ചാന്നാർ ലഹള, രണ്ടാം ചാന്നാർ ലഹള തുടങ്ങിയിട്ടുള്ള പേരുകളിൽ വിളിക്കുന്നത്. മാറുമറയ്ക്കൽ സമരം, മുലമാറാപ്പ് സമരം, ഇങ്ങനെയുള്ള കുറേ പേരുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് എന്തൊക്കെയാണ് മെയിൻ കണ്ടൻ്റായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാമല്ലോ. ഒന്ന്, ഈ ചാന്നാർ റിവോൾട്ട്
ആൾസോ നോൺ ആസ് ദ മാറുമറയ്ക്കൽ സമരം, മേൽമുണ്ട് സമരം, മുലമാറാപ്പ് സമരം ആൻഡ് നാടാർ ലഹള ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ദ ഫസ്റ്റ് സോഷ്യൽ അജിറ്റേഷൻ ഇൻ കേരള എയിംഡ് ടു പ്രൊട്ടക്റ്റിംഗ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ പറയുന്ന അനുസരിച്ച് നോക്കുക, ചാന്നാർ ലഹള, ആൾസോ നോൺ ആസ് മാറുമറയ്ക്കൽ സമരം, ഈ പേരുകളിലെല്ലാം ഇത് അറിയപ്പെടുക. മാറുമറയ്ക്കൽ സമരം, മേൽമുണ്ട് സമരം, മുലമാറാപ്പ് സമരം, നാടാർ ലഹള, ഈ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് ഏതാണ്? ചാന്നാർ റിവോൾട്ടിനെയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് കേരളത്തിൽ നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് സാമൂഹിക പ്രക്ഷോഭം, സോഷ്യൽ അജിറ്റേഷനായിട്ട് നമ്മൾ പറയുന്നത് ഏതാണ്? ഈ പറയുന്നതാണ്. അപ്പോൾ ഇതാണ് കേരളത്തിൽ നടന്ന ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം. നെക്സ്റ്റ്, it was a half century long struggle by the Channar known as Nadar community in the erstwhile state of Travancore for the right of their women to cover their chest, a privilege then reserved only for upper caste women. അതായത് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഇറ്റ് വാസ് എ ഹാഫ് സെഞ്ചുറി ലോങ് സ്ട്രഗിൾ ബൈ ദ ഷാനാർ നൗ നോൺ ആസ് നാടാർ. അതായത് ഹാഫ് സെഞ്ചുറി ലോങ് സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ 50 വർഷക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ലോങ് സ്ട്രഗിളാണ്. ആ ലോങ് സ്ട്രഗിള് അത് ആരാണ് എന്ത് ചെയ്തത്? അത് നടത്തിയെന്ന് വെച്ചാൽ ചാന്നാർ വിഭാഗത്തിലുള്ള ആളുകളാണ്. ആ ചാന്നാർ വിഭാഗത്തിലുള്ള ആളുകളെ ഈ നിലവിൽ അറിയപ്പെടുന്ന നാടാർ വിഭാഗം എന്നാണ് അറിയപ്പെടുന്നത്. കമ്മ്യൂണിറ്റി ഇൻ ദ erstwhile state of Travancore for the right of their women to cover their chest, a privilege then reserved only for upper caste women. അതായത് മേൽജാതിയിലുള്ള സ്ത്രീകളെ പോലെ മാന്യമായിട്ട് വസ്ത്രം ധരിക്കാനുള്ള അനുവാദത്തിന് വേണ്ടിയിട്ട് തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകളിൽ പെടുന്ന അല്ലെങ്കിൽ നാടാർ വിഭാഗത്തിൽ പെടുന്ന ആളുകൾ നടത്തിയിരുന്ന സമരത്തിനെ കുറിച്ചാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ചാന്നാർ എന്നുള്ള വിഭാഗം നിലവിൽ ഒരു കേരളത്തിൻ്റെ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ പല പ്രദേശങ്ങളിൽ ഈഴവ വിഭാഗം എന്ന് പറയാറുണ്ട് ചാന്നാറിനെ. ഞാൻ വീണ്ടും പറയാണ്, ഈ ചാന്നാർ എന്നുള്ള വാക്ക് ശരിക്കും ഉണ്ടാവുന്നത് ചാൻഡോർ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. ഇത് നമ്മൾ ഈ ആയി രാജവംശവും അതുപോലെ തന്നെ ചേരചോര രാജവംശവും ഒക്കെ നമ്മൾ പഠിക്കാറുണ്ടല്ലോ. ആ പഠിക്കുന്ന ഭാഗങ്ങളിൽ ഈ പറയുന്ന രാജാക്കന്മാരുടെ സദസ്സിൽ ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം രാജാവ് അപ്പോയിൻ്റ് ചെയ്തിരുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന് അന്ന് വിളിച്ചിരുന്ന പേര് ചാൻഡോർ എന്നാണ്. ആ വിഭാഗമാണ് പിൽക്കാലത്ത് അടിച്ചമർത്തപ്പെടുകയും അവർ അധസ്ഥിര വിഭാഗത്തിലേക്ക് മാറുകയും ചെയ്യപ്പെടുന്നത്. ഞാൻ അതുകൊണ്ട് പറയാണ്, അപ്പോൾ ചാന്നാർ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഈഴവ വിഭാഗത്തിനെയും ഇപ്പോൾ പറയാറുണ്ട്, നാടാർ വിഭാഗത്തിനെ പറയാറുണ്ട്, പുലയ വിഭാഗത്തിനെ കേരളത്തിൻ്റെ പല ഭാഗത്ത് പറയാറുണ്ട്. പക്ഷേ ചരിത്രപരമായി ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുമ്പോൾ ചാന്നാർ എന്ന് നമ്മൾ വിളിക്കുന്ന നാടാർ വിഭാഗത്തിനെയാണ്. ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന നാടാർ വിഭാഗത്തിന് എങ്ങനെയാണ് മേൽജാതിയിലുള്ള സ്ത്രീകളെ പോലെ മാന്യമായ വസ്ത്രം ധരിക്കാനുള്ള അനുവാദത്തിന് വേണ്ടിയിട്ടാണ് 50 വർഷക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു സ്ട്രഗിൾ ഇവിടെ ഉണ്ടായത് കേരളത്തിൽ ഉണ്ടായതെന്ന് മനസ്സിലാക്കുക. അടുത്തത് സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻ ദ ഒപ്രസീവ് സോഷ്യൽ ഹൈറാർക്കി ഓഫ് 19th century, Travancore dress codes were used to signify caste status എന്ന് ഇവിടെ പറയാണ്. ഇവിടെ പറയുന്ന അനുസരിച്ച് ഇൻ ദ ഒപ്രസീവ് സോഷ്യൽ ഹൈറാർക്കി ഓഫ് 19th century എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചമർത്തപ്പെട്ട ഒരു സിസ്റ്റം ഉണ്ടായിരുന്ന, ഹൈറാർക്കി ഉണ്ടായിരുന്ന 19ാം നൂറ്റാണ്ടിൽ അത് ഈ പറയുന്ന അനുസരിച്ച് ഡ്രസ് കോഡ് വെയർ യൂസ്ഡ് ടു സിഗ്നിഫൈ കാസ്റ്റ് സ്റ്റാറ്റസ്. അതായത് ഓരോ വിഭാഗത്തിൽപ്പെടുന്ന ഓരോ ജാതിയിൽപ്പെടുന്ന ആളുകൾക്ക് ഓരോ രീതിയിലുള്ള എന്തുണ്ടായിരുന്നു, ഓരോ ഡ്രസ് കോഡുകൾ ഉണ്ടായിരുന്നു. അതായത് ഡ്രസ്സ് എങ്ങനെ ധരിക്കണമെന്നുള്ള മുൻകൂട്ടി നിശ്ചയിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ മിക്കവാറും ഓർമ്മിക്കുക, ചാന്നാർ സ്ത്രീകൾക്ക് അതായത് മറയ്ക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല അതായത് പുരുഷന്മാരാണെങ്കിൽ അവർക്ക് മുകളിൽ, അതായത് ശരീരത്തിന് മുകളിലേക്ക് ഡ്രസ്സ് ഇടാനുള്ള ഇതില്ല. അവർക്ക് അരയ്ക്ക് താഴേക്ക് എന്ന് പറയുമ്പോൾ അരയ്ക്ക് താഴേക്ക് അവർക്കൊരു ഒറ്റമുണ്ട് കൊടുക്കാം. ഒറ്റമുണ്ട് ഉടുക്കുന്നത് മാത്രമല്ല, അത് എന്ത് ചെയ്യാൻ പാടില്ല, കാൽപ്പത്തിയിൽ മുട്ടാൻ പാടില്ല. കാൽപ്പത്തി മുട്ടാൻ പാടില്ല എന്ന് മാത്രമല്ല, അത് കാൽമുട്ടിനും കാലിൻ്റെ കാൽപ്പത്തിക്കും മധ്യേ തന്നെ നിൽക്കണം. അത് ആദ്യകാലത്ത് വായിച്ച് കേട്ടിട്ടുള്ള ഒരു അറിവാണ്. ഒരു പുതിയ മുണ്ട് മേടിക്കുകയാണ്. പുതിയ മുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു കൈത്തറി ശാലയിലൊക്കെ പോയി വളരെ ദരിദ്രപ്പെടുന്ന അവസ്ഥയാണ്. അപ്പോൾ കീറി പോയിട്ടായിരിക്കും ഒരു മുണ്ട് മേടിക്കുന്നത്. ആ ഒറ്റ മുണ്ട് മേടിച്ചുകൊണ്ട് വന്ന് ആദ്യം അത് ചെളിയിൽ, കാരണം അത് വൈറ്റ് ആയിരിക്കുമല്ലോ, അത് ചെളിയിൽ മുക്കുക.
അതായത് കണ്ടത്തിൽ മുക്കുക. അത് കണ്ടത്തിൽ മുക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് കംപ്ലീറ്റ് ചെളിയായിരിക്കുമല്ലോ. ആ ചെളി കൊണ്ടുവന്ന് വീണ്ടും കഴുകുമ്പോൾ അതിൽ പഴയ കളർ കിട്ടുമോ? ഇല്ല. ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള കളർ കിട്ടൂല, മഞ്ഞ കളർ എന്ന കളർ. ആ മുണ്ടാണ് ധരിക്കേണ്ടത്. ഇനി ആലോചിച്ചോ, ഇതൊക്കെ അടസ്ര വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. ഇതായിരുന്നു ആദ്യകാലത്ത് സിസ്റ്റം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക, ഇതാണ് ഈ ഒരു ഒറ്റ പോയിന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലാവുമല്ലോ. അടുത്ത് നോക്കുക. ഓൺലി ബ്രാഹ്മൺ വുമൺ വെയർ പെർമിറ്റഡ് ടു വെയർ ആൻ അപ്പർ ക്ലോത്ത് വൈൽ ദളിത് ആൻഡ് ലോവർ കാസ്റ്റ് വുമൺ വെയർ എക്സ്പെക്റ്റഡ് ടു കീപ് ദെയർ ബ്രസ്റ്റസ് അൺകവേർഡ് ആസ് എ സിമ്പിൾ ഓഫ് അപ്പർ കാസ്റ്റ് കൺട്രോൾ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ പറയുന്ന അനുസരിച്ച് ബ്രാഹ്മണ സമുദായത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക് മാത്രമാണ്, അവർക്ക് മാത്രമാണ് മേൽമുണ്ട് ധരിക്കാനുള്ള അനുവാദം ആർക്കുണ്ടായിരുന്നത്? സ്ത്രീകൾക്കിടയിൽ ഉണ്ടായിരുന്നത്. അത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അതായത് ബ്രാഹ്മൺ സമുദായത്തിൽപ്പെടുന്ന ആളുകൾക്ക് മാത്രം. എന്നാൽ ദളിത് ആൻഡ് ലോവർ കാസ്റ്റ് വുമൺ, അതായത് ദളിത് വിഭാഗത്തിൽപ്പെടുന്നതും അതുപോലെ തന്നെ കീഴ്ജാതിയിൽപ്പെടുന്ന മറ്റ് വിഭാഗത്തിലുള്ള ആളുകൾക്കും അവർക്ക് അവരുടെ അവർക്ക് മാറുമറയ്ക്കാൻ എന്തുണ്ടായിരുന്നില്ല? അവർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അവർ ഈ മാറുമറയ്ക്കുന്നതിൽ ആ പറയുന്ന അപ്പർ കാസ്റ്റിൻ്റെ കൺട്രോളും എന്തുണ്ടായിരുന്നു? ഈ പറയുന്ന അനുസരിച്ച് ഇതൊരു സിമ്പിളായിട്ട് അവശേഷിക്കുന്നുണ്ട്. അതായത് അപ്പർ കാസ്റ്റിന് ഈ പറയുന്ന വിഭാഗത്തിലുള്ള ആളുകൾ മാന്യമായിട്ട് വസ്ത്രം ധരിക്കുന്ന അത് ഇഷ്ടമല്ല. അല്ല, അവർക്ക് ആ പറയുന്ന അതിൻ്റെ കൺട്രോൾ പോലും ആരുടെ കയ്യിലായിരുന്നു? അത് ഈ അപ്പർ കാസ്റ്റിൻ്റെ കൺട്രോളിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബ്രാഹ്മൺ സ്ത്രീകൾ ഒഴിച്ചാൽ ബാക്കിയുള്ള ഒരു വിഭാഗത്തിന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? മാന്യമായിട്ട് വസ്ത്രം ധരിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പറയപ്പെടുന്നത്. നെക്സ്റ്റ്, ദ ചാന്നാർ കമ്മ്യൂണിറ്റി ഹു ലീവ്ഡ് പ്രൈമർലി ഇൻ സദേൺ ട്രാവൻകൂർ ആൻഡ് ട്രഡീഷണലി വർക്ക്ഡ് ആസ് കോക്കനട്ട് ക്ലൈംബേഴ്സ് ആൻഡ് ടോഡി ടാപ്പേഴ്സ് ഫേസ്ഡ് എ സെവറി ഡിസ്ക്രിമിനേഷൻ എന്നിവിടെ പറയുകയാണ്. എന്നാൽ നോക്കുക, ചാന്നാർ കമ്മ്യൂണിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ ചാന്നാർ കമ്മ്യൂണിറ്റി അവർ ഈ അതായത് എവിടെയാണ് ജീവിച്ചിരുന്നത്? പ്രധാനമായിട്ടും തിരുവിതാംകൂറിൻ്റെ സദേൺ ഭാഗം, അതായത് തെക്കൻ തിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ ജീവിച്ചിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആ പറയുന്നവർ പരമ്പരാഗതമായി ട്രഡീഷണലി വർക്ക്ഡ് ആസ് കോക്കനട്ട് ക്ലൈംബേഴ്സ്, ഈ ചാന്നാർ വിഭാഗത്തിലുള്ള ആളുകൾ പ്രധാനമായിട്ടും ചെയ്തിരുന്ന ജോലി അവർ എന്ത് ചെയ്തിരുന്നു? അതായത് തേങ്ങ ഇടാൻ പോയിരുന്ന ആളുകളാണ്. അതായത് നാളികേരം ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ആളുകളാണ്. അത് മാത്രമല്ല, ടോഡി ടാപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ള് ചെത്തുന്ന ആളുകൾ. അപ്പോൾ അതായത് ഈ കോക്കനട്ട് ക്ലൈംബേഴ്സ് എന്ന് പറഞ്ഞാലും ടോഡി ടാപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ വിഭാഗത്തിൽ അത് അവരുടെ കുലത്തൊഴിലായിട്ട് സ്വീകരിച്ച് ചേരുന്നതാണ് എന്നുള്ളത് പറയാണ്. ഇവർ കടുത്ത, അതായത് സെവറി ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ കടുത്ത കാര്യങ്ങൾ ഇവർ ഫേസ് ചെയ്തിരുന്നു. അതായത് കഠിനമായിട്ടുള്ള ജാതി വിവേചനം ഇവരെന്ത് ചെയ്തിരുന്നു? നേരിട്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചാന്നാർ കമ്മ്യൂണിറ്റി തെക്കൻ തിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അവർ ഈ നാളികേരം അല്ലെങ്കിൽ തേങ്ങ ഇടുന്ന ഒരു ജോലിയാണ് അവർ ചെയ്തിരുന്നത്. അതിൻ്റെ കൂടെ അവരെന്ത് ചെയ്തിരുന്നു? ഈ പറയുന്ന കള്ള് ചെത്തുന്ന കാര്യം ചെയ്തിരുന്നു. കഠിനമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ അവർ നേരിട്ടിരുന്നു എന്നുള്ളതാണ്. അടുത്ത, ഡ്യൂറിങ് ദ 19th century many Channas converted to Christianity and influenced by missionaries' teachings. These women began wearing the male mundu, upper cloth or കുപ്പായം, ബ്ലൗസ് ടു കവർ ദെയർ ബോഡീസ് എന്ന് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ പറയുന്ന അനുസരിച്ച് ഇങ്ങനെയാണ്. വലിയൊരു മാറ്റമാണ് കേട്ടോ ശരിക്കും. ഡ്യൂറിങ് 19th century 19ാം നൂറ്റാണ്ടായപ്പോൾ മെനി ചാന്നാസ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി. ഇവിടെ പറയുന്ന അനുസരിച്ച് ഒരുപാട് ചാന്നാർ വിഭാഗത്തിലുള്ള ആളുകൾ ഏത് ഭാഗത്തേക്ക് മാറി? ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് അവരെന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു. മനസ്സിലായല്ലോ. അതായത് ചാന്നാർ വിഭാഗത്തിൽ ഹിന്ദു മതം വിശ്വസിക്കുന്ന ആളുകളാണ്. അവരെന്ത് ചെയ്തു? നേരെ ക്രിസ്തു മതത്തിലേക്ക് എന്ത് ചെയ്തു? അവർ കൺവേർട്ട് ചെയ്തു. അത് ഈ കൺവേർട്ട് ചെയ്യാനുള്ളൊരു ഇൻഫ്ലുവൻസ് അവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ മിഷണറി ടീച്ചിങ്സ് എന്ന് കിട്ടിയതാണ്. മിഷണറി ടീച്ചിങ്സ് എന്ന് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഈ അധസ്ഥിര വിഭാഗമായിട്ട് ജീവിക്കേണ്ട കാര്യം എന്താണ്? അപ്പോൾ നിങ്ങൾ ഈ ക്രിസ്തുമതം സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മാന്യമായിട്ട് ജീവിക്കാമല്ലോ, മാന്യമായിട്ട് വസ്ത്രം ധരിക്കാമല്ലോ, മാന്യമായിട്ടുള്ള അവകാശങ്ങൾ ലഭിക്കുമല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മിഷണറീസ് എന്ത് ചെയ്തു? അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദീസ് വുമൺ ബിഗാൻ വെയറിങ് മേൽമുണ്ട്. നോക്കുക, ഇങ്ങനെ ഈ പറയുന്ന കൺവേർട്ട് ചെയ്തു പോയിട്ടുള്ള ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തു പോയിട്ടുള്ള സ്ത്രീകൾക്ക് മേൽമുണ്ട് എന്ത് ചെയ്യാം? ധരിക്കാം. മേൽമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മാറ മറയ്ക്കാനുള്ള മുണ്ട് അവർക്ക് ഉപയോഗിക്കാം.
അതിനെ നമ്മൾ മേൽമുണ്ടെന്നും അപ്പർ ക്ലോത്ത് എന്നും എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട് കേട്ടോ. അത് മാത്രമല്ല കുപ്പായം എന്ന് പറയും. കുപ്പായം പറയുന്നത് ബ്ലൗസിനെയാണ്. നമ്മൾ ഇന്ന് കാണുന്ന ബ്ലൗസിനെയാണ് ഇതിനകത്ത് കുപ്പായം. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന അവർക്ക് അവരുടെ ശരീരം മറയ്ക്കാനുള്ള ഒരു അനുവാദം ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡ്യൂറിങ് 19th സെഞ്ച്വറിയിലാണ് ഒരു കൺവെർഷൻ നടന്നിട്ടുള്ളത്. ആ കൺവെർഷൻ നടത്തിയിട്ടുള്ള കൺവെർട്ടഡ് ആയിട്ടുള്ള ചാന്നാർ സ്ത്രീകൾക്ക് മാന്യമായ വസ്ത്രം ധരിക്കാനുള്ള അനുവാദം ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന അനുസരിച്ച് എന്താണ് ഈ സോഷ്യൽ കോണ്ടാക്സ്റ്റ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നത്? സോഷ്യൽ ഹൈറാർക്കി ഉണ്ടായിരുന്നു. ആ സോഷ്യൽ ഹൈറാർക്കിയിൽ ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ബ്രാഹ്മൺ വുമൻസിന് മാത്രം, ബ്രാഹ്മണ സ്ത്രീകൾക്ക് മാത്രമാണ് ഇത് ധരിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല ഈ താഴ്ന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ എന്ത് ധരിക്കണം എന്നുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു അധികാരത്തിൻ്റെ സിമ്പലും കൂടി അത് മേൽജാതിയിലുള്ളവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അത് മാത്രമല്ല തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ തെക്കൻ തിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നവർ അവർ പ്രധാനമായിട്ട് നാളികേരം ഇടാനും അതുപോലെ തന്നെ തെങ്ങ് ചെത്താനും ഒക്കെ പോയിരുന്ന ആളുകളാണെന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല കൺവെർട്ടഡ് ആയിട്ട് പോയിട്ടുള്ള ക്രിസ്ത്യൻസിന് മാത്രമേ മാന്യമായിട്ട് വസ്ത്രം ധരിക്കാനുള്ള അനുവാദം ലഭിച്ചിരുന്നുള്ളൂ എന്നും പറയുന്നുണ്ട്. ദ ഫസ്റ്റ് ഫേസ് എന്നിവിടെ കൊടുത്തിരിക്കുകയാണ് 1811 1829. അപ്പോൾ ഞാനിവിടെ എടുത്തു പറയാണ് ദ ഫസ്റ്റ് ഫേസ് എന്ന് പറയുമ്പോൾ ചാന്നാർ കലാപത്തിൻ്റെ ആദ്യത്തെ ഫേസാണ്, ആദ്യ ഘട്ടമാണ് ഇവിടെ പറയുന്നത്. ഇനിഷ്യൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ പ്രാഥമികമായി ഇവരെ ആരാണ് എന്ത് ചെയ്തത്, സപ്പോർട്ട് ചെയ്തതെന്നുള്ളതാണ്. നോക്കുക, ഇൻ 1812 while the Colonel Munro served as the Diwan and the British President, a decree was issued allowing Channar women who converted to Christianity to wear കുപ്പായം എന്നിവിടെ പറയാണ്. അതായത് ഈ പറയുന്ന അനുസരിച്ച് കേണൽ മൺറോ, ഈ പേര് ഒരു കാരണവശാലും മറക്കരുത്, കാരണം അത്രയ്ക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരാണ് കേണൽ മൺറോ. അപ്പോൾ പാലിൻ്റെ പേരൊന്ന് എൻ്റെ കൂടെ പറയണം, കേണൽ മൺറോയാണ്. എടാ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം തിരുവിതാംകൂറിലെ ഇങ്ങനെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരുകൾക്ക് മാത്രമാണ്. ഒരേ ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റ് ദിവാനാണ്. ഈ പദവിയിൽ തിരുവിതാംകൂറിൽ ഒരേ ഒരാൾ. ഈ ഒരേ ഒരാളിനെയാണ് നമ്മൾ വിളിക്കുന്ന ബ്രിട്ടീഷ് റെസിഡൻറ്റ് ദിവാൻ എന്ന് വിളിക്കുന്നത്. ബ്രിട്ടീഷ് റെസിഡൻറ്റ് ദിവാൻ. കാരണം സാധാരണ ഒരു ബ്രിട്ടീഷുകാരൻ തിരുവിതാംകൂറിലേക്ക് സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചതുകൊണ്ട് വരുന്ന സ്ഥാനപ്പേര് ബ്രിട്ടീഷ് റെസിഡൻ്റ് ആയിരിക്കും, ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗസ്ഥനാണ്. പക്ഷെ കേണൽ മൺറോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുള്ളി അവിടെ വന്ന് ഇറങ്ങിയിട്ട് പുള്ളി റെസിഡൻ്റായിട്ട് വരികയാണെങ്കിലും പിൽക്കാലത്ത് പുള്ളി അവിടുത്തെ ദിവാനായി മാറി. അപ്പോൾ ഒരു റെസിഡൻ്റായിട്ടും പുള്ളി തന്നെയാണ്, ദിവാനായിട്ടും പുള്ളി തന്നെയാണ്. അപ്പോൾ ഒരു പുതിയ പദവി ഉണ്ടായി. ആ പദവിയിലും അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, റെസിഡൻറ്റ് ദിവാൻ. ബ്രിട്ടീഷ് റെസിഡൻറ്റ് കം ദിവാൻ എന്നാണ്. അതേപോലെ രണ്ട് പദവിയും ചേർത്തുകൊണ്ട് ഇദ്ദേഹം എന്തായി, ബ്രിട്ടീഷ് റെസിഡൻറ്റ് ദിവാനായി. 1811 1812 ഈ പറയുന്ന അനുസരിച്ച് ബ്രിട്ടീഷ് റെസിഡൻ്റാണ് ഈ പറയുന്ന അനുസരിച്ച് മേൽക്കുപ്പായം ധരിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എന്ത് ചെയ്തത്, മാറിയിട്ടുള്ളത്. അടുത്തൊരു കോർട്ട് റൂളിങ്സ് എന്നിവിടെ പറയാണ്. കോർട്ട് റൂളിങ്സ് കേട്ടോളെ. കോർട്ട് റൂളിങ്സ് ഇൻ 1823 എ കോർട്ട് ഇൻ പത്മനാഭപുരം. എന്ന് വെച്ചാൽ പത്മനാഭപുരത്തിൽ ഒരു കോർട്ടുണ്ട്. ആ കോർട്ട് that was not wrong for Christians converted to wear blouses എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ 1823 ഒരു വിധിന്യായം, അവിടെ പത്മനാഭപുരം കോടതിയാണ് വിധിക്കുന്നത്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് കൺവെർട്ട് ആയിട്ടുള്ള ചാന്നാർ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാം, ഉറപ്പായിട്ട് ഈ പറയുന്ന ബ്ലൗസസ് ധരിക്കാമെന്ന് ക്ലിയർ ആയിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, അതിന് ക്രിസ്ത്യൻ സപ്പോർട്ട് കൂടിയായിട്ടുള്ള കേണൽ മൺറോ ഓൾറെഡി പറയുന്നുണ്ട്. കേണൽ മൺറോ ഈ ക്രിസ്ത്യാനിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളൊന്നുമല്ല, ഒരിക്കലും അല്ല. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു വിഭാഗത്തിനെ അദ്ദേഹത്തിന് മാറ്റിയെടുക്കാൻ ആകെയുള്ള ഓപ്ഷൻ എന്താണ്, ക്രിസ്തുമതം സ്വീകരിച്ചോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാന്യമായിട്ട് ജീവിക്കാമല്ലോ. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ ജീവിക്കുക എന്നുള്ളതല്ലേ ആദ്യം. കാരണം ജീവിക്കുക എന്നുള്ള അവകാശമാണല്ലോ ആദ്യം വരേണ്ടത്. എങ്ങനെ ജീവിക്കുക എന്നുള്ളത് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നിർബന്ധിച്ച് മതം മാറ്റുന്ന പരിപാടിയൊന്നുമില്ല. നിങ്ങൾക്ക് മാന്യമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം വെച്ച് ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ ഏത് മതത്തിലേക്ക് മാറുക, ക്രിസ്തു മതത്തിലേക്ക് മാറിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവരെയും പോലും ജീവിക്കാം.
എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലാതെ അദ്ദേഹം നിർബന്ധിച്ച് ആരെയും എന്ത് ചെയ്തിട്ടില്ല, നിർബന്ധിത മതപരിവർത്തനം നടത്തിയിട്ടില്ല. അത് ഉള്ളതാണ്. ഇനി അങ്ങനെയാണെങ്കിൽ കോർട്ട് റൂളിംഗ് കൂടെ വന്നപ്പോഴത്തേക്ക് മനസ്സിലായി ഇതിനകത്ത് വ്യക്തമായിട്ടുള്ള കോടതിയുടെ ഭാഗമായിട്ടൂടെ പറയാണ് ഒരു കാരണവശാലും ഇവർക്ക് എന്ത് ചെയ്യാം, ഇവർക്ക് മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കാം, അതിനെ തടയേണ്ട കാര്യമില്ല എന്ന് പറയാണ്. നെക്സ്റ്റ് ദ 1829 പ്രൊക്ലമേഷൻ എന്നാണ്. നോക്കുക, 1829 ഉണ്ടായിട്ടുള്ള വിളംബരത്തിനെ കുറിച്ചാണ്. A Channar woman began appearing in public wearing upper clothes like Nambudiri and Nayar woman. Tensions rose, the leading to attack by upper caste Hindus. In response, Rani Gauri Parvati Bhai issued a proclamation in 1829 stating that while Channar women could wear the കുപ്പായം, they were strictly forbidden from wearing the മേൽമുണ്ട് റിസർവ്ഡ് ഫോർ അപ്പർ കാസ്റ്റസ് എന്നാണ്. അതായത് ഇവിടെ പറയുന്നത് ഈ 1829 ഒരു വിളംബരം ഉണ്ടാവുകയാണ്. ആ വിളംബരത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ ചാന്നാർ വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾ ഈ പൊതുസ്ഥലത്ത് മാന്യമായിട്ട് വസ്ത്രം ധരിച്ചെത്തി. ഈ മാന്യമായിട്ട് വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് പറയുന്നുണ്ട് മാന്യമായിട്ട് ഈ ബ്ലൗസ്, അതായത് കുപ്പായമോ അല്ലെങ്കിൽ മേൽമുണ്ടോ ഒക്കെ ധരിച്ച് വരാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഉള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വിഭാഗം, അതായത് ഹിന്ദു വിഭാഗത്തിൽ തന്നെ പെടുന്ന നമ്പൂതിരി നായർ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ധരിക്കുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ടായിട്ടുള്ള ആളുകളും ഇപ്പം എന്താണ്, ഇതാണ് ധരിക്കുന്നത് ആണല്ലോ. ഇത് ഇവർക്കിടയിൽ ആ വലിയൊരു ആശയക്കുഴപ്പമുണ്ടാക്കി. അതായത് എന്താണ് ഇത് ഇവർക്കിടയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് മാറി. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിരന്തര അടിയായി. പൊതുസ്ഥലത്ത് വരുമ്പോൾ പല ആളുകളും ഈ സ്ത്രീകൾക്ക് നേരെ അതിക്രമം എന്ത് ചെയ്യുന്നു, കൊണ്ടുവരികയാണ്. അതിൽ പല സ്ഥലങ്ങളിലും പറയപ്പെടുന്നത് ഒരു ചന്തയിൽ വെച്ച് ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കി എന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്ത് വലിയൊരു തെറ്റാണ് ഇന്നത്തെ കാലത്താണെങ്കിൽ നടക്കുന്നത്. അപ്പോൾ വിവസ്ത്രയാക്കിയെന്ന് പറഞ്ഞാൽ മേൽജാതിയിലുള്ളവരെ പോലെ എന്ത് ചെയ്യരുത്, വസ്ത്രം ധരിക്കാൻ പാടില്ല. ഇതായിരുന്നു അന്നുണ്ടായിരുന്ന കാര്യം. ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറിയപ്പോൾ ഈ പാർവതി ഭായ് ഇതിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഗൗരി പാർവതി ഭായ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗൗരി പാർവതി ഭായ് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വലിയ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അവരാണ് ഈ പറയുന്ന പ്രൊക്ലമേഷൻ 1829 പുറപ്പെടുവിക്കുന്നത്. ഈ ചാന്നാർ സ്ത്രീകൾക്ക് മാന്യമായിട്ട് വസ്ത്രം ധരിക്കാം, പക്ഷെ ഒരു കാരണവശാലും മേൽമുണ്ട് എന്ത് ചെയ്യരുത്, ധരിക്കരുത്. മേൽമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ കാസ്റ്റിലുള്ളത്, മേൽജാതിയിലുള്ളവരെ പോലെ എന്ത് ചെയ്യണ്ട, മേൽമുണ്ട് ധരിക്കണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ പ്രശ്നം ഒരു താൽക്കാലികമായിട്ട് ഒതുങ്ങി നിന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. മക്കളെ, ഈ ഒരു 1829 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് നമുക്കൊരു കാലഘട്ടം പറയാണ്. ഈ പാർവതി ബായിയുടെ കാലഘട്ടം 1815 മുതൽ 29 വരെയാണ്. ഓക്കെ ആണേ. പാർവതി ബായിക്ക് ശേഷം വരുന്ന അടുത്ത സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടം 1829 മുതൽ 1846 ഡിസംബർ വരെയാണ്. കണ്ടോ? അപ്പോൾ രണ്ട് പേരും 29, ഇവിടെ 29 പാർവതി, ഇവിടെ 29 സ്വാതി. ശരിക്കും പറഞ്ഞാൽ സ്വാതി തിരുനാളിൻ്റെ ചെറിയമ്മയാണ് പാർവതി ഭായ്. സ്വാതി തിരുനാളിന് 16 വയസ്സ് പൂർത്തിയായപ്പോഴാണ് ഈ രാജാധികാരം ഏൽപ്പിക്കുന്നത്. അതിനു മുമ്പ് വരെയും സ്വാതി തിരുനാളിന് വേണ്ടി ഭരണം നടത്തിയിരുന്ന റീജൻ്റാണ് പാർവതി ഭായ്. പാർവതി ഭായ് ആണ് ഇങ്ങനെ ഒരു ഓർഡർ പുറത്തിറക്കിയത് 1829. ഈ ഓർഡർ ഇറക്കിയതിന് ശേഷമാണ് ഈ അധികാരം ആർക്ക് കൈമാറുന്നത്, സ്വാതി തിരുനാളിന് കൈമാറുന്നത്. ഓക്കെ, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അടുത്തത് സ്പിരിച്വൽ റെസിസ്റ്റൻസ് ബൈ വൈകുണ്ഠ സ്വാമികളെന്നാണ്. ഒരു ആത്മീയമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് ഇതിന് നമ്മൾ പഠിക്കാൻ പോണ, വൈകുണ്ഠ സ്വാമിയായിട്ട് ബന്ധപ്പെട്ടാണ്. കേൾക്കുക. ഫോളോയിങ് ദ 1829 പ്രൊക്ലമേഷൻ ദ സ്പിരിച്വൽ ലീഡർ വൈകുണ്ഠ സ്വാമി ബിക്കം എ മേജർ ഇൻഫ്ലുവൻസ് ഓൺ ദ കമ്മ്യൂണിറ്റി എന്ന് പറയാണ്. 1829 വലിയൊരു എന്തുണ്ടാവുന്നു, വലിയൊരു വിളംബരം ഉണ്ടാവുകയാണ്. ആ വിളംബരം ശരിക്കും പറഞ്ഞാൽ വൈകുണ്ഠ സ്വാമി ഒരു കമ്മ്യൂണിറ്റിക്ക് വലിയൊരു സ്വാധീനം ഉണ്ടാക്കിയെന്നാണ്. ഹി exhorted the Channas not to perform forced labor for upper castes without wages and encouraged them to defy dress restrictions by dressing in the same manners as the upper castes എന്നാണ് ഇവിടെ പറയുന്നത്. ഇതനുസരിച്ച് പറയുന്നത് ഈ ചാന്നാർ വിഭാഗത്തിലുള്ള ആളുകളെ കൊണ്ട് ബലമായിട്ട് ജോലി ചെയ്യുക,
കൂലി നൽകാതെയുള്ള ജോലി ചെയ്യുക, മാന്യമായിട്ടുള്ള കൂലി ലഭിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെതിരെ വൈകുണ്ഠസ്വാമി ആ ജനങ്ങളെ സംഘടിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, മേൽജാതിയിലുള്ളവരെ പോലെ തന്നെ മാന്യമായി വസ്ത്രം ധരിക്കാനും ആ വൈകുണ്ഠസ്വാമികൾ ആരെ കൊണ്ട്, അവിടെയുള്ള ജനങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുന്നു, അവരെ കൊണ്ട് അതിന് തയ്യാറാക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, മാന്യമായിട്ട് ജോലി ചെയ്ത് കൂലി തരിക, കൂലി അതായത് നിർബന്ധിതമായിട്ടുള്ള ഒരു ജോലി ചെയ്യുന്നത് അവസാനിപ്പിക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതെല്ലാം ആദ്യകാലത്ത് ചാന്നാർ ലഹള നയിച്ചുകൊണ്ട് ചെയ്യുന്നത് വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ ഒന്നാം ചാന്നാർ ലഹള എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കുന്നത് ആരുടെ പേരിലാണെന്ന് ചോദിച്ചാൽ അത് ആരുടെ പേരിലാണ്? വൈകുണ്ഠസ്വാമികളിലാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അത് വരണം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈകുണ്ഠസ്വാമികൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വെച്ചുകൊണ്ട് തന്നെയാണ് ഇതിനെതിരെ പോരാടിയത്. ദ ഫൈനൽ സ്ട്രഗിൾ ആൻഡ് വിക്ടറി ഇൻ 1859 എന്ന് വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. 1859 നമ്മൾ എന്താണെന്ന് നോക്കുകയാണ്. ഇൻറ്റൻസ് കോൺഫ്ലിക്റ്റ് എന്ന് ഇവിടെ കൊടുക്കുകയാണ്. നോക്കുക, ദ സ്ട്രഗിൾ എൻറ്റേർഡ് ഇറ്റ്സ് മോസ്റ്റ് വയലന്റ് സ്റ്റേജ് ഇൻ January 1859 with significant clashes occurring in Kottar and Nagarkoil under the leadership of Chinnan Nadar. ഇവിടെ നോക്കുക, ഇവിടെ the struggle ended its most violent stage in January 1859, അതായത് 1859 ജനുവരിയിൽ ഈ കലാപം അതിൻ്റെ ഏറ്റവും വലിയ തീവ്രതയിൽ എത്തിയിരിക്കുകയാണ്. വിത്ത് സിഗ്നിഫിക്കൻ്റ് ക്ലാഷസ് ഒക്കറിങ് ഇൻ കോട്ടാർ ആൻഡ് നാഗർകോയിൽ, അതായത് ഇവിടെ എടുത്തു പറയാൻ പറ്റുന്ന വളരെ കാര്യമായിട്ടുള്ള കലാപങ്ങൾ, പ്രശ്നങ്ങൾ, കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്ന രണ്ട് സ്ഥലങ്ങൾ കോട്ടാറും അതുപോലെ തന്നെ എവിടെയുമാണ്? നാഗർകോവിലുമാണ്. ഈ കോട്ടാറും നാഗർകോവിലും വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അതിനെ നയിക്കുന്നത് ആരാണ്? ചിന്നൻ നാടാർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ചിന്നൻ നാടാറിൻ്റെ നേതൃത്വത്തിലാണ് 1859 ജനുവരിയിൽ കോട്ടാറിലും നാഗർകോയിലിലും എന്തുണ്ടാവുന്നത്? ഈ കലാപത്തിൻ്റെ ഏറ്റവും വലിയൊരു തീവ്രത ഉണ്ടാവുന്നത് എന്ന് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. അടുത്തത് ദ സ്റ്റേറ്റ് വിറ്റ്നസ്ഡ് ആസ് എ സീരീസ് ഓഫ് അറ്റാക്സ് ആൻഡ് കൗണ്ടർ അറ്റാക്സ് ലീഡിങ് ദ ഗവൺമെൻറ് ടു ഡിപ്ലേ ആർമി ആൻഡ് പോലീസ് ടു മെയിൻറ്റെയിൻ ഓർഡർ എന്നാണ്. ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിനെയാണ്. ഈ വിറ്റ്നസ്ഡ് എ സീരീസ് ഓഫ് അറ്റാക്സ് ആൻഡ് കൗണ്ടർ അറ്റാക്സ്, അതായത് ഈ പറയുന്ന അനുസരിച്ച് ചിന്നനാടായുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഈ പറയുന്ന മേൽജാതിയിലുള്ള ആളുകളെ ആക്രമിക്കാൻ തുടങ്ങി, അവർ തിരിച്ചടിക്കാൻ തുടങ്ങി, വലിയൊരു കലാപമായിട്ട് മാറിയപ്പോൾ ഗവൺമെൻറ്റിന് പട്ടാളത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന മെയിൻറ്റെയിൻ ഓർഡർ ചെയ്യുക, അതായത് അവർക്ക് പൊതുസമാധാനം നിലനിർത്താനുള്ള ഒരു സംവിധാനത്തിലേക്ക് വന്നു. അങ്ങനെ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു? ഇതിനെതിരെ പട്ടാളത്തിനെ ആരുപയോഗിച്ചു? ഈ പറയുന്ന ഗവൺമെൻറ് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദ റോയൽ പ്രൊക്ലമേഷനെ കുറിച്ചാണ് ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? നോക്കാമല്ലോ. The Royal Proclamation. Under significant pressure from the British government and Lord Harris, the government of Madras, the ruler of Travancore, Uttram Tirunal Martanda Varma, issued a historic royal proclamation on July 26, 1859. This proclamation abolished dress restriction from Channar women of all religion. മക്കളെ, ഞാനിത് വീണ്ടും പറയാണ്. ഈ 1859 ജനുവരിയിൽ നടന്ന ഇതിൻ്റെ ഒരു തീവ്രമായിട്ടുള്ളൊരു ക്ലാഷ്, വലിയ പോരാട്ടം നടക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഇടി ബഹളമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ കലാപത്തിനെ അടിച്ചമർത്തിയത് ഉത്തരം തിരുനാളാണ്. കലാപത്തിനെ അടിച്ചമർത്തി, അതെന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളോട് ഈ ചാന്നാർ കലാപം അടിച്ചമർത്തിയത് 1859 ജനുവരി ഫെബ്രുവരിയിൽ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം തിരുനാൾ തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളറിയാം, ഇവിടെ സൈനിക സഹായ വ്യവസ്ഥ ഒപ്പുവെച്ചിരിക്കുന്ന നാട്ടുരാജ്യമാണ് ആര്? തിരുവിതാംകൂർ. ഇവിടെ ഒരു ബ്രിട്ടീഷ് റെസിഡൻ്റ് ഉണ്ട് ഓൾറെഡി. ആ ബ്രിട്ടീഷ് റെസിഡൻറ്റിൻ്റെ ഈ സമയത്തുള്ള ആളിൻ്റെ പേരാണ് ജനറൽ കല്ലൻ സാഹിബ്. നമ്മൾ CULLEN, നമ്മൾ കല്ലൻ സാഹിബിനെ നമ്മൾ ഇങ്ങനെയാണ് CULLEN, കള്ളൻ. അപ്പോൾ ഇതാണ് നമ്മൾ കുള്ളൻ എന്ന് വായിക്കാതെ കല്ലൻ എന്ന് വായിക്കുന്നത്. അപ്പോൾ കല്ലൻ സാഹിബ് പുള്ളിയാണ് ഇവിടുത്തെ ജനറൽ, അതായത് റെസിഡൻറ്റ്. അപ്പോൾ ജനറൽ കല്ലൻ സാഹിബിനോട് അന്ന് ലോർഡ് ഹാരിസ്, അതായത് മദ്രാസിൻ്റെ ഗവർണറാണ് ലോർഡ് ഹാരിസ്, പുള്ളി ചോദിച്ചു എന്താണ് അവിടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ലോർഡ്
ഹാരിസ് എഴുതിയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇവിടെ മാന്യമായ വസ്ത്രം ധരിക്കാൻ സമ്മതിക്കാത്തതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കുറേ ക്ലാഷാണ്, പ്രശ്നങ്ങളാണ്. അപ്പോൾ കല്ലൻ സാഹിബ് ഈ വിവരങ്ങൾ പറഞ്ഞതനുസരിച്ച് ലോർഡ് ഹാരിസ് റിപ്ലൈ ഇടുന്നു, ഇത് ബ്രിട്ടീഷ് ഇന്ത്യയാണ്, ഇവിടെ മാന്യമായിട്ട് വസ്ത്രം ധരിക്കാനുള്ള അനുവാദം എല്ലാവർക്കും ഉണ്ട്, അപ്പോൾ അത് വിചാരിക്കുക എന്നൊക്കെ പറഞ്ഞ് കാര്യമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി മാർത്താണ്ഡവർമ്മ, ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഒരു ഓർഡർ ഇറക്കം ചെയ്യുന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് എല്ലാവർക്കും മാന്യമായ വസ്ത്രം ധരിക്കാനുള്ള അനുവാദം തരാം, പക്ഷെ മേൽജാതിയിലുള്ളവരെ പോലെ എന്ത് ചെയ്യരുത്, ധരിക്കരുത്. ഇതിൻ്റെ ഒരു കോപ്പി എവിടെയും പോയി, മദ്രാസിലും പോയി, ഹാരിസിനും പോയി, ലോർഡ് ഹാരിസിനും പോയി. അപ്പോൾ ലോർഡ് ഹാരിസ് അത് നോട്ട് ചെയ്തു. മേൽജാതിയിലുള്ളവരെ പോലെ അത് പറ്റൂല, അത് നിർബന്ധിച്ച് മാറ്റി പുതിയൊരു ഓർഡർ ഇറക്കുന്നതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഈ കാണുന്നത്. ഞാൻ ഈ കോണ്ടൻറ്റ് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഇതും കൂടെ ഇതിനകത്ത് പറയേണ്ടി വന്നത്. മനസ്സിലായല്ലോ? ബ്രിട്ടീഷുകാരുടെയും ക്രിസ്ത്യൻ മിഷണറിമാരുടെയും സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഓർഡർ ഇറക്കേണ്ടി വരുന്നത്. ആ ഓർഡറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മേൽജാതിയിലുള്ളവരെ പോലെ ധരിക്കരുത്. അത് വെട്ടി മാറ്റിച്ചിട്ടാണ് എന്ത് ചെയ്തത്, പുതിയ ഓർഡർ ആരിറക്കിയത്, ലോർഡ് ഹാരിസ് അന്നത്തെ കാലത്ത് പ്രഷർ ചെലുത്തി ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്തത് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോണത്. ഇനി നമുക്ക് കണ്ടന്റിലേക്ക് പോവാം. അണ്ടർ സിഗ്നിഫിക്കൻറ്റ് പ്രഷർ ഫ്രം ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ആൻഡ് ലോർഡ് ഹാരിസ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെയും ലോർഡ് ഹാരിസിൻ്റെയും ഭാഗമായിട്ട്, പ്രഷറിൻ്റെ ഭാഗമായിട്ട്, സമ്മർദ്ദത്തിനെ തുടർന്ന് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ, അതായത് തിരുവിതാംകൂറിൻ്റെ റൂളറാണ്, ഇഷ്യൂയുടെ ഹിസ്റ്റോറിക് റോയൽ പ്രൊക്ലമേഷൻ ഓൺ ജൂലൈ 26, 1859. 1859 ജൂലൈ 26 ഒരു റോയൽ പ്രൊക്ലമേഷൻ പുറത്തിറക്കി. അതിൻ്റെ ഭാഗമായിട്ട് ദിസ് പ്രൊക്ലമേഷൻ അബോളിഷ്ഡ് ഡ്രസ് റെസ്ട്രിക്ഷൻ ഫ്രം ചാന്നാർ വുമൺ ഓഫ് ആൾ റിലീജിയൻ. ചാന്നാർ വിഭാഗത്തിൽപ്പെടുന്ന എല്ലാവർക്കും മാന്യമായ വസ്ത്രം ധരിക്കാനുള്ള അനുവാദം ആര് കൊടുത്തു എന്നാണ് പറയുന്നത്, ഇവിടെ കൊടുത്തു എന്നാണ് പറയുന്നത്. അടുത്തത് റിഫൈൻമെൻറ്റ് റൈറ്റ്സ് എന്ന് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഓൾ ത്രൂ ദ 1859 പ്രൊക്ലമേഷൻ ഇനിഷ്യലി പ്രൊഹിബിറ്റഡ് ചാന്നാർ വുമൺ ഫ്രം ഇമിറ്റേറ്റിംഗ് ദ സ്പെസിഫിക് ഡ്രസ് സ്റ്റൈൽ ഓഫ് അപ്പർ കാസ്റ്റ് ഹിന്ദു വുമൺ. This final restriction was eventually removed from the instruction of British government എന്ന് കൂടി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് എടുത്തു കൊടുത്തിരുന്നൊരു ഭാഗം എന്ത് ചെയ്ത് ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് മാറ്റുന്നൊരു കാര്യം കൂടി ഉണ്ടായി. മേൽജാതിയിലുള്ളവരെ പോലെ വസ്ത്രം ധരിക്കരുത് എന്നുള്ളൊരു ഭാഗം ഇതിനകത്തുനിന്ന് എടുത്ത് മാറ്റുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇടപെട്ടത് കൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തത് ലെഗസി ആൻഡ് ഫർദർ പ്രോഗ്രസസ് എന്നാണ് നമ്മളിത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോണത്. ഓരോന്നായിട്ട് നോക്കുകയാണ്. ദ വിക്ടറി ഓഫ് ദ ചാന്നാർ റിവോൾട്ട് പാവ്ഡ് ദ വേ ഫോർ ബ്രോഡർ സോഷ്യൽ റിഫോംസ് ഇൻ കേരള എന്നിവിടെ പറയാണ്. അതായത് ഈ ചാന്നാർ ലഹളയുടെ ഒരു വിജയം, അത് പുതിയൊരു സോഷ്യൽ റിഫോംസ് കേരളത്തിൽ ഉണ്ടാകാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ഇൻ 1865 അണ്ടർ ആയില്യം തിരുനാൾ സിമിലർ റൈറ്റ്സ് വെയർ എക്സ്റ്റെൻഡഡ് ടു ഈഴവ വുമൺ ആൻഡ് അതർ ബാക്ക്വേർഡ് കാസ്റ്റസ് എന്ന് പറയാണ്. 1865 ആയില്യം തിരുനാളിൻ്റെ ഭാഗമായിട്ട് ഒരു പുതിയ ഒരു എന്തുണ്ടാക്കി, ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ പുതിയൊരു പ്രൊക്ലമേഷൻ ഉണ്ടാക്കുന്നു. ആ പ്രൊക്ലമേഷൻ്റെ ഭാഗമായിട്ട് ഈഴവ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കും മറ്റ് ബാക്ക്വേർഡ് കാസ്റ്റിലുള്ളവർക്കും മാന്യമായിട്ട് വസ്ത്രം ധരിക്കാനുള്ള അനുവാദം കൂടെ കൊടുക്കുന്നു. 1870 the proclamation was issued allowing all classes access to public road, markets and government offices. 1870 അതും ഈ പറയുന്ന ആയില്യം തിരുനാളിൻ്റെ കാലത്ത് തന്നെയാണ് ഈ പ്രൊക്ലമേഷൻ ഉണ്ടാവുന്നു. എല്ലാ ജാതിയിലും മതത്തിലുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പബ്ലിക് റോഡുകളും അതുപോലെ തന്നെ ചന്തകളും ഗവൺമെൻറ് ഓഫീസുകളും ആക്സസ് ചെയ്യാനുള്ള അനുവാദം കൂടി കൊടുക്കുകയാണ് 1870. ഇതിനെല്ലാം ബേസ്മെൻറ്റ് ഉണ്ടായത് ഏതാണ്, ചാന്നാർ കലാപമാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ 1921 the Madras government officially renamed the ചാന്നാർ കമ്മ്യൂണിറ്റി ആസ് നാടാർ. 1921 മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യലി ഒരു ഗസറ്റഡ് പോലെ നടത്തിക്കൊണ്ട് ചാന്നാർ കമ്മ്യൂണിറ്റിയെ എന്താക്കി മാറ്റി, നാടാർ എന്ന വിഭാഗമാക്കി മാറ്റി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് എന്നുള്ളത് നമ്മൾ ഒന്നും കൂടെ ഓടിച്ച് എന്ത് ചെയ്യാൻ പോവുകയാണ്, നോക്കാൻ പോവുകയാണ് എന്താണ് നമ്മൾ പഠിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹള എന്താണ് എന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ പറയുകയാണ്. അപ്പോൾ ചാന്നാർ ലഹള നമുക്കറിയാം. ചാന്നാർ ലഹള എന്താണെന്ന് ചോദിച്ചാൽ അത് കേരളത്തിൽ നടന്ന ആദ്യ സാമൂഹിക പ്രക്ഷോഭമാണ്. അതിന് നമ്മൾ വിളിക്കുന്നത് മാറുമറയ്ക്കൽ സമരം, മേൽമുണ്ട് സമരം, മുലമാറാപ്പ് സമരം, നാടാർ ലഹള,
എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ ചാന്നാർ വിഭാഗത്തിന് നമ്മൾ നാടാർ വിഭാഗം എന്നുള്ള ലെവലിൽ പറയാറുണ്ട്. അതുപോലെ തന്നെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന അനുസരിച്ച് എന്താണ് ഈ പറയുന്ന ആൾക്കാർ ധരിച്ചിരുന്ന അല്ലെങ്കിൽ അപ്പർ കാസ്റ്റിനെ പോലെ ഇവർക്ക് മാന്യമായ വസ്ത്രം ധരിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. എന്നാൽ പിൽക്കാലത്ത് ചാന്നാർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ക്രിസ്തുമതം സ്വീകരിച്ചപ്പോൾ അവർക്ക് മാന്യമായിട്ട് വസ്ത്രം ധരിക്കാനുള്ള അനുവാദം ലഭിച്ചതിനെ കുറിച്ച് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനിഷ്യൽ സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേണൽ മൺറോ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. കോർട്ട് റൂൾ, പത്മനാഭപുരത്ത് വന്നിട്ടുള്ള കോർട്ട് റൂളിൻ്റെ ഭാഗമായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 1829 വിളംബരം കൊണ്ടുവന്നിട്ട് പാർവതി ഭായ് ഇഷ്യൂ ചെയ്തു. മേൽജാതിയിലുള്ളവരെ പോലെ ഡ്രസ്സ് ചെയ്യരുത്, പക്ഷേ മാന്യമായിട്ട് വസ്ത്രം ധരിക്കാം എന്നുള്ള ഒരു അനുവാദം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ വൈകുണ്ഠസ്വാമികൾ ഇവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഒരു വലിയൊരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഒന്നാം ചാന്നാർ കലാപം നയിച്ചത് വൈകുണ്ഠസ്വാമികളാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കോട്ടാരും നാഗർകോവിലിലും വലിയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിന്നൻ നാടാറാണ് അതിന് നേതൃത്വം കൊടുത്തത്. അതിനെ അടിച്ചമർത്തിയത് ഉത്രം തിരുനാളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉത്രം തിരുനാൾ 1859 ജൂലൈ 26 ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ആ വിളംബരം പുറപ്പെടുവിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് മേൽജാതിയിലുള്ളവരെ പോലെ ധരിക്കരുത് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെടുത്ത് മാറ്റിയത് അത് ലോർഡ് ഹാരിസും ബ്രിട്ടീഷുകാർ ഇടപെട്ടത് കൊണ്ടാണ് എന്നും ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. പിൽക്കാലത്തുണ്ടായിട്ടുള്ള പല കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ്. 1865 ആയില്യം തിരുനാൾ എല്ലാവർക്കും മാന്യമായിട്ട് വസ്ത്രം ധരിക്കാനുള്ള പല അനുവാദങ്ങളും കൊടുക്കുന്നു. 1870 പബ്ലിക് റോഡുകളും മാർക്കറ്റും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസുകളും എന്ത് ചെയ്യുന്നു, എല്ലാ ജനങ്ങൾക്കും പ്രവേശിക്കാനുള്ള അനുവാദം കൊടുക്കുന്നു. 1921 ചാന്നാർ എന്നുള്ള ഒരു കമ്മ്യൂണിറ്റിയെ നാടാർ എന്ന് മദ്രാസ് ഗവൺമെൻറ് ഒഫീഷ്യലി എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ചാന്നാർ കലാപം പഠിച്ചു. അതിനു മുമ്പ് നമ്മൾ പഠിച്ചത് കുറിച്യ കലാപമാണ്. സമഗ്രമായിട്ട് പഠിക്കുകയാണ് ചെയ്തത്. നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ വർക്കൗട്ട്, ബാക്കിയുള്ള സെഷനുകൾ, ബാക്കിയുള്ള കലാപങ്ങൾ, ബാക്കിയുള്ള മുഴുവൻ ഭാഗങ്ങളുമായിട്ട് ഉടൻ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.